ഇയ്യോബിന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 7-8 തിരുവെടുത്തുകൾ ഒരിക്കൽ കൂടി വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മൃഗങ്ങളോട് ചോദിക്കുക, അവ നിന്നെ ഉപദേശിക്കും. മൃഗങ്ങളോട് ചോദിക്കുക, അവ നിന്നെ ഉപദേശിക്കും. ആകാശത്തിലെ പക്ഷികളോട് ചോദിക്കുക, ആകാശത്തിലെ പക്ഷികളോട് ചോദിക്കുക, അവ പറഞ്ഞു തരും. അവ പറഞ്ഞു തരും. അല്ല ഭൂമിയോട് സംഭാഷിക്കുക, അല്ല ഭൂമിയോട് സംഭാഷിക്കുക, അത് നിന്നെ ഉപദേശിക്കും. അത് നിന്നെ ഉപദേശിക്കും. സമുദ്രത്തിലെ മത്സ്യം നിന്നോട് വിവരിക്കും. സമുദ്രത്തിലെ മത്സ്യം നിന്നോട് വിവരിക്കും. ഒരിക്കൽ കൂടി നമ്മുടെ കരം ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. യേശുനായക ശ്രീജ നമോ നമോ, നാശവാരണ സ്വാമി നമോ നമോ. യേശുനായക ശ്രീജ നമോ നമോ, നാശവാരണ സ്വാമി നമോ നമോ. മോശി പൂജിത രൂപ നമോ നമോ. യേശുനായക ശ്രീജ നമോ നമോ, നാശവാരണ സ്വാമി നമോ നമോ. യേശുനായക ശ്രീജ നമോ നമോ, നാശവാരണ സ്വാമി നമോ നമോ. മോശി പൂജിത രൂപ നമോ നമോ. മാനുവേലനെ ബാലി നമോ നമോ, മാനവാസുതവൈര്യ നമോ നമോ. മാനുവേലനെ ബാലി നമോ നമോ, മാനവാസുതവൈര്യ നമോ നമോ. ദീനവത്സല ക്രിസ്തോ നമോ നമോ. യേശുനായക ശ്രീജ നമോ നമോ, നാശവാരണ സ്വാമി നമോ നമോ. മോശി പൂജിത രൂപ നമോ നമോ. പാടുമ്പോ അതിന്റെ ശബ്ദമാണ്, ഇതിന്റെ ശബ്ദം മേളിൽ വരണം. അങ്ങനെ ചെയ്യും. പാടുമ്പോൾ ഇതിന്റെ ശബ്ദം മേളിൽ നിൽക്കണം. ഇന്ന് മിക്കവാറും പാട്ടധികം പാടുകയില്ല. അപ്പൊ ശ്രദ്ധിക്കുക, ഇയ്യോബിന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 7-8 തിരുവെടുത്തുകള. മൃഗങ്ങളോട് ചോദിക്ക, അവ നിന്നെ ഉപദേശിക്കും. ആകാശത്തിലെ പക്ഷികളോട് ചോദിക്ക, അവ പറഞ്ഞു തരും. അല്ല ഭൂമിയോട് സംഭാഷിക്ക, അത് നിന്നെ ഉപദേശിക്കും. സമുദ്രത്തിലെ മത്സ്യം നിന്നോട് വിവരിക്കും. ഉപദേശിക്കുകയും പറഞ്ഞു തരികയും വിവരിക്കുകയും ചെയ്യുന്ന പ്രത്യേകമായ ചില കാര്യമാണ് ഈ പുസ്തകത്തിൽ നമ്മളിപ്പോൾ വായിച്ച് കേട്ടത്. വേദപുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ഇയ്യോബിന്റെ പുസ്തകം. സത്യവേദ പുസ്തകത്തിൽ 66 പുസ്തകങ്ങളാണ്. ആദ്യ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. അതിലെ ഇയ്യോബിന്റെ പുസ്തകം വളരെ പഴയ
ഒരു പുസ്തകമാണ്. എന്നാൽ ഇത് ഓർഡറിൽ വന്നപ്പോൾ സങ്കീർത്തനത്തിന്റെ പുറകിലാണ് ഈ പുസ്തകം കൊടുത്തിരിക്കുന്നത്, ഓർഡറിൽ വന്നപ്പോൾ. എന്നാൽ ഈ പുസ്തകം പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തോളം പഴക്കമുണ്ട് ഈ യോബിന്റെ പുസ്തകത്തിന്. ഉൽപ്പത്തി പുസ്തകത്തോളം പഴക്കമുണ്ട്. കാരണം ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അബ്രഹാമിന്റെ മകനാകുന്ന ഇസഹാക്കിന്റെ മകനായ യാക്കോബിന്റെ പുത്രന്മാരിൽ ഇസഖാറിന്റെ പുത്രനിൽപ്പെട്ട ആളാണ് ഇയ്യോബ് എന്നാണ് വേദപണ്ഡിതാക്കളിൽ ചിലര് അഭിപ്രായപ്പെടുന്നത്. അറിവുള്ള വാക്യമാ എങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കുന്നത് ഉപകാരപ്രദമായിരിക്കും. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 7-ാം അധ്യായത്തിന്റെ 1-2 തിരുവെഴുത്തുകൾ ഒന്ന് വായിക്കുന്നത് ഉചിതമായിരിക്കും. ദൈവത്തിന് മഹത്വം. മടങ്ങിടും ശ്രീയേശുനാമം ഏഴയനിക്കിംബനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴയനിക്കിംബനാമം ശ്രീയേശുനാമം അതിശയനാമം. അപ്പൊ ശ്രദ്ധിക്കുക, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്ന അബ്രഹാമിന്റെ മകനാകുന്ന ഇസഹാക്കിന്റെ മകനായ യാക്കോബിന്റെ 12 പിള്ളേരിൽ ഇസഖാറിന്റെ പുത്രനാണ് ഇയ്യോബ് എന്നാണ് വേദപണ്ഡിതാക്കളിൽ ചിലര് അഭിപ്രായപ്പെടുന്നത്. വായിച്ചു 7:1 മുതൽ. ഇസഖാറിന്റെ പുത്രന്മാർ തോല, പൂവ, യാശൂബ് എന്ന് പറഞ്ഞാൽ എന്നാണ്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ ജോബ് എന്നാ കൊടുത്തിരിക്കുന്നത്. ഒന്ന് വായിച്ചു. മൊബൈലില്ല. വായിച്ചു. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തുന്നു. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുപിടിക്കും. അവിടെ യോബ് എന്നാ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ യോബ്, യാശൂബ്, ഇയ്യോബ് ഇതെല്ലാം ഒരാള് തന്നെ. ഉദാഹരണമായിട്ട് യാക്കോബ്, ഇസ്രായേല്, യെശൂരു എല്ലാം ഒരാളാണ്. അപ്പോൾ അങ്ങനെ പഠിച്ചു വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തോളം പഴക്കമുണ്ട് ഇയ്യോബിന്റെ പുസ്തകത്തിന്. ഒരു കാര്യം കൂടപ്പെട്ടവരോട് പറയട്ടെ, ഈ പുസ്തകം വളരെ ശ്രേഷ്ഠമേറിയ പുസ്തകമാണ്. ഇത് വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും ഭാഗ്യമുള്ളവരാ. സ്തോത്രം. വായിക്കുന്നവനും സ്തോത്രം. വായിക്കുന്നവരും വായിച്ച് കേൾപ്പിക്കുന്നവരും ഇത് പ്രമാണിക്കുന്നവരും എല്ലാം ഭാഗ്യവാന്മാരാ. ഈ പുസ്തകം ദൈവത്തിന്റെ തിരുവചനമാണ്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. ഇത് അനുസരിച്ചാൽ, ആചരിച്ചാൽ, അംഗീകരിച്ചാൽ, ഇത് ഏറ്റെടുത്താൽ അത് വളരെ അനുഗ്രഹമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, അങ്ങനെ പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തോളം പഴക്കമുണ്ട് ഇയ്യോബിന്റെ പുസ്തകത്തിന്. ഈ പുസ്തകങ്ങളുടെ പടക്കം നോക്കിയാൽ ഉൽപ്പത്തി കഴിഞ്ഞ ഉടനെ കൊടുക്കേണ്ട പുസ്തകം ഇയ്യോബിന്റെ പുസ്തകമാണ്. പിന്നെ എല്ലാത്തിനും ഒരു ക്രമമുള്ളത് കൊണ്ടാണ് ഇത് സങ്കീർത്തനത്തിന്റെ പുറകിൽ കൊണ്ട്
ഈ പുസ്തകം കൊടുത്തിരിക്കുന്നത്. നമ്മുടെ യോഗങ്ങൾക്കും അങ്ങനെ ചില ക്രമീകരണങ്ങളുണ്ട്. പഴക്കം നോക്കിയാൽ ഉൽപ്പത്തി കഴിഞ്ഞ് ഇയ്യോബിന്റെ പുസ്തകം കൊടുക്കണം. പിന്നെ എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ട്. അതുകൊണ്ടാണ് ഇത്. ചില യോഗമൊക്കെ പ്രാർത്ഥിച്ച് നിർത്താൻ പറയും, സെൻട്രൽ പാസ് നിർത്തും. പ്രാർത്ഥനയും സുഖമല്ല, കേൾക്കാനും ഒരു ആത്മനിറവില്ല. പിന്നെ ഇത് മെനക്കേടായതുകൊണ്ടാണ് പുള്ളിക്ക് കൊടുക്കുന്നത്. അതിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന, ആത്മനിറവിൽ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. കൊടുത്തില്ലെങ്കിൽ ഇത് പിന്നെ മെനക്കേടാക്കും. എല്ലാവരുടെയും കാര്യമല്ല. ചില സഭകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, സ്തോത്രം, ഒടുവിൽ പ്രാർത്ഥിച്ച് ഇന്നയാൾ നിർത്തും. കൊടുത്തില്ലേ മെനക്കേടാ. പക്ഷേ പുള്ളിയെക്കാലം നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ ഉണ്ട്, ഇല്ലേ പ്രശ്നമാണ്. അപ്പൊ എന്ത് പറഞ്ഞതുപോലെ പഴക്കം നോക്കിയാൽ കൊടുക്കേണ്ട പുസ്തകം ഇയ്യോബിന്റെ പുസ്തകമാണ് ഉൽപ്പത്തി കഴിഞ്ഞ്. എന്നാൽ ഇത് സങ്കീർത്തനത്തിന്റെ പുറകെ കൊണ്ട് ഈ പുസ്തകം കൊടുത്തു. ചിലര് അഭിപ്രായപ്പെടുന്നത് ഈ ഇയ്യോബിന്റെ പുസ്തകം ഏതാണ്ട് മോശ തന്നെ എഴുതിയതെന്ന ചിലരുടെ വാദം. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തോളം പഴക്കമുണ്ട് ഈ ഇയ്യോബിന്റെ പുസ്തകത്തിന്. ഇവിടെ വായിക്കുമ്പോൾ ഇയ്യോബിനെ പറ്റി പഠിക്കുമ്പോൾ ഊസ്ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നെന്ന 1-ാം വാക്യം 1:1. ഊസ്ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ഊസ്ദേശത്ത് ഇയ്യോബ് എന്ന് പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. കെട്ടുകഥയും അമ്മമ്മക്കഥയും ഉമ്മാക്കിക്കഥയും കഴിവക്കഥയല്ല, ഉള്ള കാര്യമാണ്. ഞാൻ ആ കൃത്യസ്ഥലത്ത് പോയിട്ടില്ലെങ്കിൽ ആ രാജ്യത്ത് പോയിട്ടുണ്ട്. എന്നാൽ കൃത്യസ്ഥലത്ത് പോയവർ പറഞ്ഞ സലാല മസ്കറ്റില്, അവിടെ ഇയ്യോബ് ജനിച്ച സ്ഥലവും ഇയ്യോബ് മരിച്ച അടക്കിയ കല്ലറയൊക്കെ നിങ്ങൾ ആരെങ്കിലും പോയി കണ്ടോ? ഞാനും പോയില്ല. ആട്ടെ, ദൈവം നിങ്ങളെ വിടട്ടെ. അപ്പോൾ അങ്ങനെ ശിംശാൻ പാസ്റ്റർ പോയി കണ്ടോ? ഇല്ല, ഞാനും പോയില്ല. ഇരിക്കുന്ന ആരെങ്കിലും പോയിട്ടുണ്ടോ? അത് നന്നായി. അപ്പൊ എന്തായാലും ചരിത്രം പഠിക്കുന്നവർക്കും അത് കണ്ടിട്ടുള്ളവർക്കും മനസ്സിലാകും ആ മനുഷ്യൻ ജീവിച്ചിരുന്നയാളാ. അങ്ങനെ ആ പുസ്തകത്തിലും അങ്ങനെ ഊസ്ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള പുരുഷൻ ഉണ്ടായിരുന്ന. ഒന്നുകൂടെ വായിച്ചോ. ഊസ്ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഉള്ള കാര്യമാണ്. ഇതിനകത്തെ കാര്യമല്ല, ഉള്ള കാര്യമാണ്. അല്ലാതെ പണ്ട് 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 ഒരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു, നിർമ്മിത കഥയല്ല. അപ്പൂപ്പനും അമ്മയും കൂടി ഇങ്ങനെ ജീവിക്കുകയായിരുന്നു. അങ്ങനത്തെ കഥയൊന്നും അല്ല ഇത്. ഉമ്മാക്കി കഥയല്ല. അപ്പൊ ഊസ്ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള പുരുഷൻ ഉണ്ടായിരുന്നു. ഇനി അവന്റെ ക്വാളിറ്റിയാണ് അടുത്ത വാക്യത്തിൽ. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവൻ. 4 ഗുണഗണങ്ങൾ അവിടെ എടുത്തു പറഞ്ഞു. നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ. നമുക്ക് നേരുണ്ടെങ്കിൽ നിഷ്കളങ്കതയില്ല, നിഷ്കളങ്കതയുണ്ടെങ്കിൽ നേരില്ല. ഇത് രണ്ടുമുണ്ട്, പക്വതയില്ല. നിങ്ങൾ ചിലരെ ശ്രദ്ധിച്ച്, ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കുക. നേരും നിറവുണ്ട്, പക്ഷെ പക്വതയില്ല. ചിലർക്ക് ഭയങ്കര പക്വതയാ, നേരും നിറവെന്ന് പറയുന്നത് ഇല്ല. ഇതെല്ലാം തികഞ്ഞവര് ഈ യോഗത്തിന് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുമില്ല. ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയേര്. കണ്ടേച്ചു പോകാനല്ല, എന്നെ കണ്ടുവച്ച് ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് പഠിക്കാനുണ്ട്. ഇതെല്ലാം എനിക്കുണ്ട്. അങ്ങനെയുള്ള ഒരു കൈ പൊക്കണം. ഇല്ല, എന്താ ഒരു എരപ്പം മൂളിച്ചേക്കെ? കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഊസ്ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള പുരുഷൻ ഉണ്ടായിരുന്നവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവൻ. 4 ഗുണഗണങ്ങൾ അവിടെ എടുത്തു പറഞ്ഞു. ഞാൻ ഓർപ്പിച്ചല്ലോ, നമുക്ക് നേരുണ്ടെങ്കിൽ നിഷ്കളങ്കതയില്ല, നിഷ്കളങ്കം കണ്ടത് നേരില്ല, നേര് നിഷ്കളങ്കതയുണ്ട്, പക്വതയില്ല. എല്ലാം തികഞ്ഞവരാരുമില്ല. പണ്ടൊരു യോഗത്തിന് എല്ലാം തികഞ്ഞവരുണ്ട് കൈപൊക്കാൻ പറഞ്ഞപ്പോൾ ഒരാൾ കൈപൊക്കി. പിന്നീട് അറിഞ്ഞപ്പോൾ ആ ഉറങ്ങുകയായിരുന്നു. കൂടെ നമ്മൾ കൈപൊക്കിക്കുമല്ലോ. അങ്ങനെ പുള്ളി അങ്ങ് പൊക്കിയതാ. എല്ലാം തികഞ്ഞ ഒരുവനേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശു ക്രിസ്തു. ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമേശാത്തവൻ, പാപം തീണ്ടാത്തവൻ, പാപമറിയാത്ത പരമവിശുദ്ധനായ ഒരുവനേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശു ക്രിസ്തു.
ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, യാതൊരു അപാകതകളും യാതൊരു കുഴപ്പമില്ലാത്ത ഒരേ ഒരുവനെ, അത് നസറയനാകുന്ന യേശു ക്രിസ്തുവാ. എന്റെ പ്രിയനോ വെണ്മയും ചുമപ്പുമുള്ളവൻ, അവൻ 10,000 ശ്രേഷ്ഠൻ. ഊനമില്ലാത്ത, പാപമില്ലാത്ത, കളങ്കമില്ലാത്ത, അകൃത്യമില്ലാത്ത, യാതൊരു അപാകതയില്ലാത്ത ഒരുവനെയുള്ളൂ, അത് നസറയനാകുന്ന യേശു ക്രിസ്തുവാ. പ്രൈസ് ദി ലോർഡ്. ബാക്കി സകല ആൾക്കാർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു കുഴപ്പമുണ്ട്. ചിലരുടെ ഇരിപ്പും ഭാവവും ഒക്കെ കണ്ട എല്ലാം തികഞ്ഞു, ഇനി എന്നാ കാഹളം ധ്വനിക്കാത്ത? ചിലർ ആ ഇരിപ്പുമൊക്കെ കണ്ട എന്നാ മേലോട്ട് ചോദിക്കുക, എന്നാ ധ്വനിക്കാത്തെന്ന്. ധ്വനിച്ചാൽ അറിയാൻ നിന്റെ പരുവക്കേട്. അല്ല, അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല. ചിലക്ക് ഈ ആത്മീയം കയറി കഴിഞ്ഞാൽ പിന്നെ ആരോടും മിണ്ടുകയല്ലോ, മിണ്ടത്തില്ല, കൈ കൊടുക്കുകയല്ല. ചിലരെ കാണുന്നത് വളരെ വല്ലാതെയാണ് നോക്കുന്നത്. ആത്മീയം അങ്ങ് കയറി അവരെ സൂക്ഷിച്ചോണം, അവർ പ്രശ്നക്കാരാ. ചിലക്ക് അതിവിശുദ്ധി കയറും. ഞങ്ങളാണിപ്പം ഉള്ളതിൽ അല്പം വിശുദ്ധന്മാര്, ഞങ്ങളുടെ സഭയാണ് കുറച്ചുകൂടെ വിജയമൊന്നും പറയാതിരിക്കുന്ന നല്ലത്. എല്ലാം തികഞ്ഞ ഒരുവനേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവാ. അവിടുന്ന് ഊനമില്ലാത്തവന, പാപമില്ലാത്തവന, കളക്കമില്ലാത്ത, ആമൻ സ്തോത്രം, യാതൊരു അകൃത്യങ്ങളില്ലാത്ത ഒരുവനേ ഉള്ളു. എത്ര കോടതി മാറി മാറി വിസ്തരിച്ചു, ഒരു കുറ്റവും കണ്ടില്ലല്ലോ. ഒറ്റിക്കൊടുത്ത യൂദയും ഒടുവിൽ പറഞ്ഞത്, അയ്യോ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തെന്ന. ആ വാക്കിന്റെ അർത്ഥം കുറ്റമില്ലാത്തവനെന്ന. ക്രൂശിൽ കടന്ന ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തം പറഞ്ഞത്, സ്തോത്രം, നമ്മൾ തെറ്റ് ചെയ്തത് കൊണ്ട് ഈ ക്രൂശിൽ കയറി, ഈ നീതിമാൻ ഒരു തെറ്റും ചെയ്തില്ലെന്ന. പീലാത്തോസ് വെള്ളമെടുത്ത് കൈ കഴുകിയതിച്ച് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്നാ പറഞ്ഞു. ദൈവത്തിന് മഹത്വം. ശതാധിപനും ഔവണ്ണം തന്നെ പറഞ്ഞത്. വാസ്തവമായിട്ട് അവിടുന്ന് നീതിമാനായിരുന്നെന്ന്. പീലാത്തോസിന്റെ ഭാര്യയ്ക്കും ദർശനവും സ്വപ്നവും ലഭിച്ച് ആ സ്ത്രീയും പറഞ്ഞത്, ആ നീതിമാന് വിരോധമായിട്ടൊന്നും ഒപ്പിച്ചേക്കരുതെന്ന. സ്തോത്രം. യാതൊരു അകൃത്യവും യാതൊരു അപാകതയുമില്ലാത്ത ഒരുവനേ ഉള്ളൂ, നസറയനാകുന്ന യേശു. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലാരാധ്യനാരുമില്ല. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലാരാധ്യനാരുമില്ല. അവനിൽ ശരണപ്പെട്ടാരുമേ ഒരു നാളും അലയാതെ മോദമായി. ഓ അവനിൽ ശരണപ്പെട്ടാരുമേ ഒരു നാളും അലയാതെ മോദമായി വരുവും മരുവിലും ശാന്തമായി. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. 10,000ങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. അപ്പൊ യാതൊരു അകൃത്യങ്ങളും കളങ്കമില്ലാത്ത ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. ഇന്ന് രാത്രി ആ ക്രിസ്തുവിനായി നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചാൽ നിങ്ങളുടെ ജീവിതം ധന്യമായി. യേശു ക്രിസ്തു ഏകരക്ഷകൻ, യേശു ക്രിസ്തു ഏകദൈവം, യേശു ക്രിസ്തു നിത്യദൈവം, യേശു ക്രിസ്തു സത്യദൈവം, യേശു ക്രിസ്തു സാക്ഷാൽ ദൈവം. യേശു ക്രിസ്തുവിൽ കൂടി മാത്രം രക്ഷ, മറ്റൊരുത്തലും രക്ഷയില്ല. യാതൊരു അപാകതയില്ലാത്ത ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. എന്നാൽ ഇവിടെ ഇയ്യോബിന്റെ ജീവിതത്തിൽ 4 വിശേഷതകൾ പറഞ്ഞു. നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ. മാത്രമല്ല അദ്ദേഹത്തിന്റെ വിശേഷതകൾ താഴോട്ടുള്ള വാക്യത്തിലുണ്ട്. 1-2 വാക്യം കൂടെ ചേർന്ന് വായിക്കാം. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനായിരുന്നു. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും. അപ്പൊ 7 3 10 പിള്ളേരുടെ ബഹുമതി എന്ന സ്ഥാനം ഇയ്യോബിനുണ്ട്. 7 3 10. പണ്ടത്തെ കാലത്ത് ഇതൊന്നും വലിയ വിഷയമോ അല്ല. 10 പിള്ളേര്. ഒരുത്തനെ 70 പിള്ളേരുണ്ടായിരുന്നെന്ന വേറെ പുസ്തകത്തിൽ വായിച്ചിട്ടില്ലേ? വായിച്ചിട്ടില്ലേ? 70 വായിച്ചിട്ടില്ലേ? ആദ്യം കേൾക്കുകയായിരിക്കും. 70 വായിച്ചിട്ടുണ്ടോ? ഒരാൾക്ക് 70 പിള്ളേര് ഇല്ലേ? പിള്ളേർ ചോദിക്കുക, ഇയാള് പിള്ളേരുടെ കണക്ക് പറയാൻ വന്നതാണോ എന്ന്.
അല്ലല്ല, ഞാൻ വേദോസത്തിലെ കാര്യം പറഞ്ഞു. വേദോസത്തിനാന്നല്ലേ ഞാൻ ഈ പറയുന്നത്, അതുകൊണ്ടാണ്. 70 പിള്ളേര്. പണ്ട് കാലത്തൊക്കെ അങ്ങനെ. ഞാനൊരിക്കല് വിദേശ രാജ്യത്തിനപ്പം വേറൊരു രാജാവിനെ പറ്റി എന്നോട് പറഞ്ഞു, പുള്ളിക്ക് ഉണ്ടെന്ന് 70 പിള്ളേര്. പണ്ടത്തെ കാര്യമല്ലേ, അടുത്ത കാലത്ത് പറഞ്ഞ കാര്യമാണ്. മക്കള് പല സ്ത്രീകളിൽ ജനിച്ചതാ, അവർക്കൊക്കെ അങ്ങനെ ആകാമല്ലോ. നമ്മുടെ പണ്ട് എനിക്ക് അങ്ങനെ ഒക്കുന്നില്ലല്ലോ കർത്താവ്, സങ്കടപ്പെട്ടൊന്നും ഇരിക്കണ്ട. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള ചില ആചാരങ്ങളും നിയമങ്ങളും ഒക്കെ ചിലർക്കുണ്ട്, നമുക്ക് അങ്ങനെ ഒക്കത്തില്ല. അപ്പൊ എന്തായാലും കൊള്ളാം, ഇയ്യോബിന് 7 ആൺകുട്ടികളും 3 പെൺകുട്ടികളും, 7, 3, 10 പിള്ളേരുടെ പിതാവ് എന്നുള്ള ബഹുമതി ഇയ്യോബിന്. അത് ചെറിയ കാര്യമല്ല. മക്കൾ യഹോവ തരുന്ന അവകാശവും ഉദരബലം ദൈവം തരുന്ന പ്രതിഫലവുമാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങള് 2, 3, 4 ഒക്കെ ഉള്ളത് ഒരു അനുഗ്രഹമാണ്. ഞങ്ങളുടെ വല്യമ്മയുടെ ഭാഷ പറഞ്ഞ നാരായണ പുത്തരിക്ക് ഒരെണ്ണമായിട്ട് നടക്കുക. അതിന് പനി. തലമുറ ദൈവത്തിന്റെ അവകാശമാണ്. ദൈവം നമുക്ക് തരുന്ന അവകാശമാണ്. അതിനെ തടയരുത്, തലമുറയെ നശിപ്പിക്കരുത്. സ്തോത്രം. ഉദരത്തിൽ വെച്ച് തന്നെ തലമുറയെ തകർക്കുന്ന വ്യക്തികളുണ്ട്. ഇത് പാപമാണ്, ദൈവത്തിന് ഇഷ്ടമല്ല. ഭ്രൂണഹത്യ, ഇതൊന്നും ദൈവം ഇഷ്ടപ്പെടുന്നതല്ല. ദൈവം അവരെ ശിക്ഷിക്കും. മക്കൾ യഹോവ തരുന്ന അവകാശവും ഉദരബലം ദൈവം തരുന്ന പ്രതിഫലമാണ്. അടുത്ത കാലത്ത് ഞാൻ ഒരാളോട് ചോദിച്ചു, പിള്ളേർ എത്രയുണ്ട്? അപ്പൊ വേണ്ടപ്പെട്ടയാളാ 2. ഓ മതി. അതെന്നാ? ഓ ഇതിനെയൊക്കെ ആര് വളർത്താനാന്ന്? അങ്ങനെയുണ്ട്. ഇപ്പോഴത്തെ കാലത്തെ ഈ കഷ്ടപ്പെടാനും ബന്ധപ്പെടാനും താല്പര്യമില്ല. എല്ലാവർക്കും സുഖകരമായ ജീവിതമാണ് ഇഷ്ടം. അതാ അതിൻ്റെ ഒരു കാരണം. ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, വിഷയം അതല്ലല്ലോ. എന്തായാലും മക്കൾ ഒരവകാശമാണ്. നിന്റെ മേശയ്ക്ക് ചുറ്റും അങ്ങനെ എഴുതിയേക്കുന്നത്, മേശയ്ക്ക് ചുറ്റും ഒലിവ് തയ്യെന്നല്ല. എങ്ങനെ? ഒലിവ് തയ്യെന്നാണോ? അല്ല, തൈകള്. പിന്നെ ഭാര്യയെ പറ്റി പറഞ്ഞേക്കുന്നത് മുന്തിരി വള്ളികളെന്നല്ല. മുന്തിരി ഇപ്പൊ നേരെ തിരിച്ചാ. വള്ളി ഇഷ്ടം പോലെ ഉണ്ട്, തൈകൾ അധികം എല്ലാവരുടെയും കാര്യമല്ല. അപ്പൊ പുസ്തകത്തിലെ പ്രമാണം, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി, നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും പോലും. മക്കളൊരു അനുഗ്രഹമാക കേട്ടോ. കൊച്ചുങ്ങളെ പ്രാകുകയൊന്നും ചെയ്യരുത്. യോ ഞങ്ങളുടെ വീട്ടിൽ 3-4 എണ്ണം ഉണ്ട്, അങ്ങനൊന്നും പറയരുത്. പറഞ്ഞായിരിക്കും ഇരിക്കുന്നത്. മക്കളെ നോക്കി ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവമേ, എനിക്ക് തന്ന തലമുറയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. ആണിനായി പെണ്ണിനായി 2, 3 ഉണ്ടെങ്കിൽ 4 പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോണം. ദൈവം തന്നത് അതിനെ പ്രാകുകയും അലക്കുകയും ചട്ടിയെടുത്ത് അടിക്കുകയും കോടാലിക്ക് വെട്ടാൻ ചെല്ലുകയൊന്നും ചെയ്യരുത്. ഇനി ഞാൻ കൊത്തിക്കീറുമെന്നും പറഞ്ഞു. അങ്ങനെയൊക്കെ ചെല്ലുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ചെയ്യരുത്. മക്കളൊരവകാശമാണ്. സ്തോത്രം. മക്കൾ ദൈവം തരുന്ന അവകാശമാണ്. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാ. തലമുറയെ കാണുമ്പോഴെല്ലാം വീണ്ടും വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണം. അനേകര് തലമുറയില്ലാതെ ഭാരപ്പെടുമ്പോൾ ആമേൻ, നാടൻ ഭാഷയെ പഴയ ഭാഷയെ നാടൻ ഭാഷയെ പറഞ്ഞാൽ കുഞ്ഞിക്കാല് കാണാൻ അനേകര് ആഗ്രഹിച്ച് നേർച്ച കഴിക്കുന്നവരുണ്ട്, കാഴ്ച വെക്കുന്നവരുണ്ട്, നാട് വിട്ടവരുണ്ട്. വേണ്ട മരുന്ന് കഴിച്ച ചികിത്സ. നാളൊരാൾ പറഞ്ഞു വയനാട്ടിലെ ചികിത്സയാണ്. അതെന്നാ? തലമുറയെ ലഭിക്കാൻ നാട്ടുവൈദ്യമാണ്. എനിക്കറിയാം, വേറെ ഒരു ഫാമിലി, പേരൊന്നും പറയുന്നില്ല, സ്ഥലവും പറയുന്നില്ല, ലക്ഷങ്ങൾ മുടക്കി ഒരു കുഞ്ഞിനെ കിട്ടാൻ ചികിത്സയ്ക്ക് വേണ്ടി. ഒടുവിൽ കിട്ടിയില്ല. പിന്നെ വേറൊരു സ്ഥലത്ത് നിന്നൊരു കൊച്ചിനെ എടുത്ത് വളർത്തുക. അപ്പൊ അങ്ങനെയൊക്കെ അനേകര് ഭാരപ്പെടുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് ദൈവം തന്ന 1, 2, 3 തലമുറ, അത് ദൈവം തന്ന അവകാശമാണ്. ആ തലമുറയെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയണം. മക്കളൊരു അനുഗ്രഹമാണ്, ദൈവത്തിന്റെ മഹത്വം, അത് അവകാശവുമാണ് നമ്മുടെ. അപ്പൊ ഇയ്യോബിന് 7 പുത്രന്മാരും 3 പുത്രിമാരും. അപ്പോൾ 10 പിള്ളേരുടെ ബഹുമതി എന്ന പദവി ഇയ്യോബിനുണ്ട്. ഇനി ഇയ്യോബിന്റെ ക്വാളിറ്റി, അടുത്ത വാക്യം. അവന് 7000 ആട്, 7000 ആട്, 7000 ആടും
അപ്പം ഒരാൾ വായിച്ചു ഇയ്യോബ് 7000 ആട് വന്നു. നമ്മൾ 1 2 പ്രാവശ്യം ആടി വെച്ച് ഇരിക്കുക. പുള്ളി 7000 നീട്ടി വായിച്ചപ്പോൾ അങ്ങ് വായിച്ചോളി 7000 ആടും. ഞാൻ പറഞ്ഞ അത്രയും പുള്ളി ആടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇയ്യോബിന് 7000 ആട്, 7000 ആടും 3000 ഒട്ടകവും പിന്നെ 500 കാളയും. 500 കാള. ഒരേ കാള എന്ന് പറഞ്ഞാൽ 2 കാള. 500 × 2 = 1000 കാള. ന്യായമായ കണക്കാടുത്തത്. 500 പെൺകഴുതയുമായ മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജനം. അപ്പൊ ആ കാലത്ത് ജീവിച്ചിരുന്ന ദാണ്ഡ്യനായ മനുഷ്യനായി യോബ്. 7000 അന്നത്തെ പഴയ നിയമകാലത്ത് ഈ കാലയളവിലൊക്കെ ഒരു മനുഷ്യന്റെ സാമ്പത്തിക നിലവാരത്തിന്റെ ഭദ്രത തുലനം ചെയ്യുന്നത് മൃഗത്തിന്റെ എണ്ണം നോക്കിയ. കന്നുകാലി ധാരാളം ഉണ്ടെങ്കിൽ അവൻ കാശുകാരനാ പണ്ട്. ഇപ്പൊ കന്നുകാലി ഉണ്ടെങ്കിൽ നമ്മൾ കാശുകാരനാണ്. ഗതികേടാ, കന്നാലിയെ ഉള്ളത് ജീവിക്കുക. ആ വീട്ടിലോട്ട് ചെല്ലാൻ മേലെ ചാണകത്തിന്റെയും മൂത്രത്തിന്റെ എന്തായാലും കുടിക്കുന്നില്ലല്ലോ. അപ്പൊ പണ്ട് കാലത്ത് കന്നുകാലി ധാരാളം ഉണ്ടെങ്കിൽ കാശുകാരൻ. അതാ അബ്രഹാമും യാക്കോബും ഒക്കെ സമ്പന്നന്മാരാന്ന് പറയാനുള്ളതിന്റെ ഒരു കാരണം മൃഗസമ്പത്ത്. ഇന്ന് അത് നേരെ തിരിഞ്ഞു. ഇന്ന് കാശുകാരനാന്ന് പറയുന്നത് എങ്ങനെയാ? വില കൂടിയൊരു വണ്ടിയും 2 നില വീടും, അല്ലെ 3 നില, അല്ലെ മാർബിൾ കെട്ടിടം, പിന്നെ ഒരു മുടുത്ത മൊബൈലും. വണ്ടിയുടെ ചാവി യോഗത്തിന് വന്നിങ്ങനെ ഇവനെല്ലാം നമ്മൾ പറയാം കാശുള്ള ആളാ. അതിനാ പുള്ളിയുടെ വണ്ടിയാ. വീട് കണ്ടോ? വണ്ടിയും ലോണാ, കാശും ലോൺ, വീടും ലോണാ. CC അടച്ചിട്ട് 2 മാസമായി. അതുകൊണ്ട് വേറെ വഴി കൂടെ ആ വണ്ടി വിടുന്നത്. വണ്ടി രാത്രി കൊണ്ട് വീട്ടിൽ ഇടുന്നുമില്ല, വേറൊരു വീട്ടിൽ കൊണ്ട്. മനസ്സിലാകുന്നില്ല? മനസ്സിലായിക്കോളും. 2ഉം ലോണാ. ലോണാന്നേലും ആ പോക്കും വരവും ഒക്കെ കണ്ട. അപ്പൊ ഇന്ന് കാശുകാരനാന്ന് തെളിയിക്കുന്നത് അങ്ങനെ. വണ്ടിയും വീടും മൊബൈലും. ചെല്ലുപെടുന്ന പുള്ളിയുടെ മൊബൈൽ ശ്രദ്ധിച്ചോ? കഞ്ഞി കുടിക്കാൻ അവന്റെ വീട്ടിൽ വകയില്ല, എന്നാലും ആ മൊബൈൽ നിങ്ങളെ ശ്രദ്ധിച്ച് മൊബൈലും ഒക്കെ എടുത്ത് ഫോട്ടോ എടുത്തിടും ഇതിനകത്ത്. എന്ന് പറഞ്ഞാൽ എൻ്റെ ഇത്രയും വിലയുള്ള വാങ്ങുന്നത്. ഹലോ, അപ്പുറം നിൽക്കുന്ന ഫോട്ടോ എടുത്തേച്ച് അത് ഒന്നും നിങ്ങൾക്ക് അറിയാൻ മേല. സ്തോത്രം. ഞങ്ങളുടെ വല്യമ്മച്ചി പറയുന്നൊരു ഭാഷ അത്ര നല്ലതല്ല. കുണ്ട് കാണാത്ത അച്ചി കുണ്ട് കാണുമ്പോൾ കണ്ട കുണ്ടല്ല ദേവലോകം. ഞാൻ ആ ഭാഗത്തേക്ക് പിന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇയ്യോബ് അങ്ങനെയുള്ള ഒരു വ്യക്തിയല്ല, വലിയ ധനാഢ്യനാ. 7000 ആടും 3000 ഒട്ടകവും 500 കാളയും 500 പെൺകഴുതയുമായ വലിയ മൃഗസമ്പത്ത്. ഏതാണ്ട് 10-15,000 വരുന്ന മൃഗസമ്പത്ത്. നമുക്ക് ഒരല്പം സമ്പത്ത് കിട്ടിയാൽ മതി, പിന്നെ നിലത്തും താഴെ നിൽക്കുകയല്ല. അഹങ്കാരമാണ്. 10 രൂപ കയ്യിലിരുന്ന ചുമ്മാ പോകുന്നതിന് ഓരം വെക്കും. അവൻ വെറുതെ പോവാ ചുമ്മാ. എന്നാന്ന് അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇയ്യോബ് പരമഭക്തനാ, വലിയ ധനാഢ്യനുമാ. ധാരാളം ദാസീദാസന്മാര് വീടുകളില് ജോലിക്ക് ഇഷ്ടം പോലെ ആൾക്കാർ. ഇങ്ങനെ അവൻ സകല പൂർവ്വ ദിഗ്വാസികളിലും മഹാനായിരുന്നു, വലിയ മഹാനായിരുന്നു. അപ്പോൾ ഇയ്യോബിന്റെ ഒരു പ്രത്യേകത, നിഷ്കളങ്കൻ നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വെട്ടകലെന്നവൻ. 7000 ആടും 3000 ഒട്ടവും 500 കാളയും 500 പെൺകഴുത 15,000 വരുന്ന മൃഗസമ്പത്ത്. ഏറ്റവും വളരെ ദാസന്മാര്, 10 പിള്ളേരുടെ പിതാവ് എന്നുള്ള ബഹുമതി. ഇങ്ങനെയുള്ള വളരെ നല്ല മനുഷ്യൻ. ഇയ്യോബിന്റെ ഒരു ക്വാളിറ്റി, വലിയ ധനാഢ്യനുമാ, തികഞ്ഞ ദൈവഭക്തനുമാ. ഭക്തനാ, പരമഭക്തനാ. കാരണം ഇയ്യോബിന്റെ ഭക്തിയുടെ വിശേഷതയാത്ത അടുത്ത വാക്യത്തിൽ അവന് തലമുറകളുടെ എണ്ണത്തിനൊത്ത് യാഗം കഴിക്കുന്നവനാ. അടുത്ത വാക്യം വായിച്ചേ. അവന്റെ പുത്രന്മാർ ഓരോരുത്തരും താന്താന്റെ ദിവസത്തിൽ
താന്താന്റെ വീട്ടിൽ വിരുന്ന് കഴിക്കുകയും തങ്ങളോടുകൂടെ ഭക്ഷിച്ച് പാനം ചെയ്യാൻ തങ്ങളുടെ 3 സഹോദരന്മാരെയും ആളയച്ച് എന്നാൽ വിരുന്നുനാളുകൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ് പക്ഷേ എന്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയി എന്ന് പറഞ്ഞ് ആളയച്ചവരെ വരുത്തിച്ച് ശുദ്ധീകരിക്കുകയും രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യക്കൊത്തവണ്ണം ഹോമയാഗങ്ങൾ കഴിക്കും. അതാ ഭക്തനാന്ന് പറഞ്ഞത്. പിള്ളേരുടെ ദിവസങ്ങൾ തികഞ്ഞു വരുമ്പോൾ പിള്ളേരെ എല്ലാം കൂടെ വിളിച്ചു കൂട്ടി രാവിലെ എഴുന്നേറ്റ്. അതൊക്കെ ഇപ്പം വലിയ ബുദ്ധിമുട്ടാ. രാവിലെ വളരെ ചുരുക്കം പേര്, 5:30 കാണാത്ത ആൾക്കാർ ഇതിനകത്തുണ്ട്. 4 മണി കണ്ടിട്ട് എത്രയോ നാളായി. ഉഷകാലം എന്ന് പാട്ട് പാടുന്നത് 7:30. ഉഷകാലം 7:30 അല്ല. ഉഷകാലം കാണാത്ത ധാരാളം ആൾക്കാർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. കാണാത്തതങ്ങ് പാടുക. പിന്നെ നമുക്ക് അങ്ങനെ ആണെന്നില്ല പ്രമാണം. കാണാതെ വിശ്വസിക്കുന്നവർ. യോബ് രാവിലെ എഴുന്നേക്കും. ആ തലമുറയുടെ എണ്ണത്തിനൊത്ത് ഹോമയാഗം കഴിക്കും. ഹോമയാഗം. പരമഭക്തനായി യോബ്. എന്റെ ഭാഷ പറഞ്ഞാൽ വലിയ ധനാഢ്യനുമാ, തികഞ്ഞ ദൈവഭക്തനുമാ. ഈ അനുഭവങ്ങളുള്ളവർ വളരെ വിരളമാണ്. ഇല്ലെന്ന് പറയത്തില്ല, ഉണ്ട്. ചിലരുണ്ട്. ചിലർക്ക് ഇഷ്ടം പോലെ കാശായ പിന്നെ ദൈവത്തെ വേണ്ട, ഭക്തിയില്ല. കാശ് കൊണ്ട് എന്ത് നേടാന്നാ? എന്റെ സഹോദര, നിന്റെ അബദ്ധ ചിന്തയാ. കാശ് കൊണ്ടെല്ലാം നേടാൻ ഒക്കത്തില്ല. ഒരു ദിവസം മരണം നിന്നെ പിടികൂടും. നിന്റെ കാശ് ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയല്ല. ചിലപ്പോ ചികിത്സ ചെയ്യുമ്പോൾ കുറെ നാളത്തേക്കൊക്കെ രക്ഷപ്പെട്ടിരിക്കാം. പക്ഷെ ഒടുവിൽ ആമൻ നിന്നെയും കൊണ്ടുപോകും. സ്തോത്രം. കാശുള്ളവരോട് ചോദിച്ച് കോടിക്കണക്കിന് ഇന്ത്യയിൽ സമ്പന്നന്മാരുണ്ട്, വേൾഡിലൊക്കെ സമ്പന്നന്മാരുണ്ട്. ഇന്ന് വരെ മരണത്തെ ജയിക്കുന്ന മരുന്നോ മാർഗമോ കണ്ടുപിടിച്ചിട്ടുണ്ടോ? സകല എണ്ണം കാശിട്ടേച്ച് വിടുന്ന് പോയി. മരണം വരുമേ നിന്റെ പണം നോട്ടി നേരം, മരണം വരുമേ നിന്റെ പണം നോട്ടി നേരം, പിരിയുമ്പോൾ അതിനല്ല ക്ഷണം പോട്ടി ചാരം, മരണം വരുമേ നിന്റെ പണം നോട്ടി. ഇത് പാട്ട് പാടുമ്പം ശബ്ദം പോകുന്നല്ലോ. അല്ല, ഇതിന്റെ വരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് മരണം വരുമേ നിന്റെ പണം നോട്ടി നേരം, ഇരിയുമ്പോൾ അതിനല്ല ക്ഷണം പോട്ടി ചാരം, ശലോമോനും അറിയുവാൻ കഴിഞ്ഞില്ല. അപ്പൊ ശ്രദ്ധിക്കുക, വലിയ ധനാഢ്യനുമാ, തികഞ്ഞ ദൈവഭക്തനുമാണ്. സ്തോത്രം. തികഞ്ഞ ഭക്തനാ. എന്റെ ഭാഷയിൽ പറഞ്ഞ കാശ് ഉണ്ടെങ്കിലും അതിന്റെ മുഷ്കും തണ്ടുവൊന്നും പുള്ളിക്കില്ല. പരമഭക്തനാ. ദൈവത്തിന്റെ മഹത്വം. എണ്ണത്തിനൊത്ത്, തലമുറകളുടെ എണ്ണത്തിനൊത്ത് യാഗം കഴിക്കുന്നവനാ. ഇങ്ങനെ യോബ് പരമഭക്തനായി ജീവിക്കുക. എന്തിനേറെ ഞാൻ ഓടിച്ചങ്ങ് മുമ്പോട്ട് പോകാം. പരമഭക്തനായിട്ട് ജീവിക്കുന്നു. കാശുണ്ട്, ഭക്തിയുണ്ട്. ഇത് രണ്ടും കൂടെ ഉള്ള ആൾക്കാർ വിരളമാണ്. ചിലർക്ക് കാശുണ്ടെങ്കിൽ ഭക്തിയില്ല, ചിലർക്ക് ഭക്തിയുണ്ട് കാശുമില്ല. എന്നാൽ യോബിന് എന്റെ ഭാഷ പറഞ്ഞ കാശുണ്ട്, ഭക്തിയുണ്ട്. അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ്. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ എന്തായാലും ഇങ്ങനെ ഭക്തനായിട്ട് യോബ് ജീവിക്കുക. അങ്ങനെ ജീവിക്കുമ്പോൾ ഒരു ദിവസം ഈ പിശാച് സ്വർഗത്തിൽ ചെന്നു, ദൈവസന്നിധി ചെന്നു. അപ്പൊ ദൈവസഭ ഒന്നിച്ചു കൂടിയപ്പോൾ അവിടെ അന്ന് ഇയ്യോബ് എന്നുള്ള വിഷയമാണ് അന്നത്തെ സബ്ജക്റ്റ്. അപ്പൊ ദൈവദൂതന്മാരും എല്ലാം സാക്ഷിച്ചു കാണും ഇയ്യോബിനെ പറ്റി. പുള്ളി ഭക്തനാണ്, നിഷ്കളങ്കന, നേരുള്ളവന, ദൈവഭക്തന, ദോഷം പെട്ടവന, കാശുണ്ട്, പിള്ളേരുണ്ട്, കായബലമുണ്ട്, ചുറ്റുപാടുണ്ട്, എന്നാലും പരമഭക്തന. നന്നാ രാവിലെ എഴുന്നേക്കും, ഹോമയാഗം കഴിക്കും, പിള്ളേരെ എല്ലാം വിളിച്ചു കൂട്ടും, ഭക്തിയോടെ ജീവിക്കുന്നവനാ, നല്ല മനുഷ്യനാ. ഇയ്യോബിനെ പറ്റി നല്ല സാക്ഷ്യങ്ങൾ പറഞ്ഞപ്പോൾ ഒടുവിൽ സാത്താൻ എഴുന്നേറ്റ് പറഞ്ഞു, നിങ്ങളെല്ലാം ഇയ്യോബ് ഇങ്ങനെ ഭക്തനാന്ന് പറഞ്ഞു. അവൻ ഭക്തനൊന്നുമല്ല. പിന്നെന്നാ അവനിങ്ങനെ സ്വോത്രം പറഞ്ഞും പ്രാർത്ഥിച്ചും കൈകൊട്ടിയൊക്കെ ഇരിക്കുന്നത് ഭക്തി ഉണ്ടായിട്ടില്ല. പിന്നെ ഇഷ്ടം പോലെ കാശുണ്ടെന്ന്, ഇഷ്ടം പോലെ
നമ്മളെ പറ്റി നാട്ടുകാരെ ചെല്ല പറയുന്നത് ഇതിനൊക്കെല്ലാം ഇഷ്ടം പോലെ കാശ് കിട്ടുമെന്ന്, അതായി കിടന്ന് കൊട്ടുകയും പാടുകയും തുള്ളുകയും ചെയ്യുന്നു. ഉള്ള അയൽക്കൂട്ടത്തിൽ നിന്ന് കാശ് എടുത്ത് ചടയ്ക്കാതിരിക്കുന്ന പെണ്ണുങ്ങൾ ഇതിനകത്തുണ്ട് ഇല്ലേ? മിണ്ടുകയല്ല. ലോണുള്ളവർ ഇതിനകത്തില്ലേ? വണ്ടിക്ക് ഇങ്ങോട്ട് വരാൻ പെട്രോൾ ഇല്ലായിരുന്നു. പിന്നെ പുള്ളിക്കാരി പറഞ്ഞു അങ്ങ് നിങ്ങൾ വിട്, വിശ്വാസത്തോടെ വിട്, ദൈവം അത്ഭുതം ചെയ്യും. 3 അടി ചരിച്ചിട്ടടിച്ചാ വണ്ടി ചാട്ടായത്. ഇനി തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ പെട്രോൾ അടിക്കാനാ ഇരിക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. ഈ കൺവെൻഷൻ കഴിയുമ്പോൾ എങ്ങനെ അതുള്ള ചിന്താഭാരം പുള്ളിക്കും ഉണ്ടോ? ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം. ഇടയ്ക്ക് ഫോണുമായിട്ട് പോയപ്പോൾ ഞാൻ കണ്ടു. പിന്നെ അല്ലെ അന്നേരം ഇറങ്ങി പോകുകയല്ലോ. എന്തെങ്കിലും അതൊക്കെ എന്തെങ്കിലും വിഷയം എന്താ? ഇവര് ജിം ജോൺ പാസ്റ്ററെ വിടണം, എന്നെ വിടണം, ഇവരെ പിന്നെ വിട്ടില്ലേ, അവർ ഇവിടെ ഇരിക്കട്ടെ, അവരെ വിടണം, എന്തല്ലേ പന്തലുകാർ ഇല്ലേ, പ്രശ്നങ്ങളില്ലേ? ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ട്, ദൂരത്തിരുന്ന് കേൾക്കുന്നവർക്കും ഉണ്ട്. ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം. പക്ഷെ നാട്ടുകാർ നമ്മളെ പറ്റി പറയുന്നത് വേറെയാ. ഇഷ്ടംപോലെ കാശുണ്ട്, പിന്നെ കോടികളാണ്. ഒരു തെന്നാൾ പറഞ്ഞു കോടികളാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് ഈയിടെ 1 കോടി മേടിച്ചായിരുന്നു. ഉടുത്തില്ല. അല്ല നല്ലതാ, ഗതികേട് പിടിച്ചവനാന്ന് പറയുന്നില്ലല്ലോ. ഒരു ഐറ്റിപ്പഴയാ വന്നത്. അങ്ങനെ ഇരിക്കണം. പൗലോസ് പറഞ്ഞു ഒന്നുമില്ലേലും എല്ലാം ഉള്ളവരെ പോലെ. അതാ നല്ലത്. അപ്പൊ നാട്ടുകാര് ചിലർ അങ്ങനെയൊക്കെ അഭിപ്രായം പറയും. പിശാചും അത് തന്നെ പറഞ്ഞു. അവനിങ്ങനെ പക്തിയോടിരിക്കുന്ന ഭക്തനായിട്ടല്ല, പിന്നെ ഇഷ്ടം പോലെ കാശ് കിടക്കില്ലയോ. ഈ 15,000 വരുന്ന മൃഗസമ്പത്തും കലാപുലി പോലെ 5-6 ആമ്പിള്ളേരും 3 പെങ്കൊച്ചുങ്ങളും പിന്നെ പുള്ളിക്ക് കായപോലും വീട്ടുവേലയ്ക്കും എന്ന് വേണ്ടല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സ്വോത്രമൊക്കെ പറഞ്ഞ് കൊട്ടിയും പാടിയും തുള്ളിയും ചേർന്നവരും. അല്ല ഭക്തനല്ല. അപ്പൊ ദൈവം തമ്പുരാൻ സാത്താനോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്ത് ഇയ്യോബിനുള്ളതെല്ലാം നിന്റെ കയ്യിലോട്ട് അങ്ങ് തരിക, പക്ഷേ സ്തോത്രം അവന്റെ മേൽ കൈവച്ചേക്കരുത്. ഇയ്യോബിനുള്ളതെല്ലാം നിന്റെ കയ്യിൽ തരിക. ആ 1:12 ഒന്ന് വായിച്ചു. 1:12 പെട്ടെന്ന് ദൈവ സാത്താനോട് ഇതാ അവനുള്ളതൊക്കെയും നിന്റെ കയ്യിലിരിക്കുന്നു, നിന്റെ കയ്യിലോട്ട് അങ്ങ് തരിക. അവനുള്ളതൊക്കെയും പദം നിങ്ങൾ ശ്രദ്ധിച്ചോ. അവനുള്ളതൊക്കെയും നിന്റെ കയ്യിലിരിക്കുന്നു. അവന്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, അവൻ ദൈവമക്കളോട് ഒരു കാര്യം പറയും. ദൈവം അറിയാതെ ഒരുത്തനും നിന്റെ മേൽ കൈവക്കത്തില്ല. ദൈവം അറിയാതെ ഒരുത്തനും നിന്നെ തൊടത്തില്ല. ദൈവം അനുവദിക്കാതെ ഒരുത്തനും നിനക്കൊരു ദോഷം വരുത്തുകയല്ല. ഒരു ദോഷവും തെറ്റാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കുന്നവനാണ്. കാരണം സകലത്തിന്റെ അധികാരി നമ്മുടെ കർത്താവാ. അതല്ലേ ഉയർത്ത കർത്താവ് മത്തായി 28:18 പറഞ്ഞു. ശിഷ്യന്മാരുടെ പറയാ സ്വർഗത്തിനും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുക. സകലത്തിന്റെ അധികാരി നമ്മുടെ കർത്താവാ. ഈ ചരാചരങ്ങളെ, അണ്ടകടാകത്തെ, ബ്രഹ്മാണ്ട കോടിനാണ്ടത്തെ, പ്രകൃതികളെ എന്ന് വേണ്ട ഭൂചര ഗേചര വസ്തുക്കളെ സകലത്തെയും നിയന്ത്രിക്കുന്ന, സകലത്തെയും സംരക്ഷിക്കുന്ന, പരിപാലിക്കുന്ന ഒരുവനെ ഉള്ളൂ സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തിന് ആ സകലത്തിന്റെ മേലും അധികാരം. ഇന്ന് രാത്രി അധികാരമുള്ള കർത്താവ് അറിയാതെ ഒരുത്തനും നിന്നെ തൊടുകയല്ല. അതുകൊണ്ടാ പിശാച് പറഞ്ഞു അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചും സ്വോത്രം പറഞ്ഞിരിക്കുന്നത് പക്വതനൊന്നുമല്ല, ഇഷ്ടംപോലെ കാശുണ്ടെന്ന്. കാശും പിള്ളേരും എല്ലാം ഉണ്ട്. അതുകൊണ്ടാ പുള്ളി ഇങ്ങനെ പ്രാർത്ഥിച്ചും ഒക്കെ പോകുന്നു. എന്നോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു എത്ര കിട്ടുമെന്ന്. ഞാൻ പറഞ്ഞു കൃത്യം പറയാനൊക്കത്തില്ല, അത് സാഹചര്യം പോലെ. കൃത്യം നോക്കത്തില്ല. അല്ല എന്നാലും ഞാൻ പറഞ്ഞു കിട്ടും. കൃത്യം പറയാനൊക്കെ അതുപോലെ കിട്ടുക. ഞാൻ പറഞ്ഞടാ പോട്ടാ, പുള്ളിയാ തരുന്നത്. ഞാനും പുള്ളി നല്ല യോജിപ്പില്ലാന്നെങ്കിൽ ആവശ്യമുള്ളതൊക്കെ തരും. വേദപുസ്തകത്തിന്റെ ഭാഷ പറഞ്ഞാൽ വൃത്തികേട് കാണിച്ചാൽ വരവ് നിൽക്കും. വരും, എന്നാലും നല്ലതുപോലെ ഒക്കത്തില്ല. ഇസ്രായേൽ മക്കൾ വൃത്തികേട് കാണിച്ചപ്പോഴും ദൈവം മന്ന കൊടുത്തു. മന്ന തിന്ന് ചായി കിടന്ന് ഉടക്കുണ്ടാക്കുന്നത്. ദുഷ്ടരാകും ജനങ്ങളും നീതിയുള്ളവർക്കും, ദുഷ്ടരാകും ജനങ്ങൾക്കും നീതിയുള്ളവർക്കും വൻമഴയും നൽവയിൽ
നന്മയിലും നൽകുന്ന നൽകുന്ന മകേശ വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു നന്ദിയോടടിയർ വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു നന്ദിയോടടിയർ കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുബോധമോടെ കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുബോധമോടെ ഓ ദുഷ്ടരാകും ജനങ്ങൾക്കും നീതിയുള്ളവർക്കും ദുഷ്ടരാകും ജനങ്ങൾക്കും നീതിയുള്ളവർക്കും ഓ വന്മഴയും നൽവയിലും നൽകുന്ന മകേശ വന്മഴയും നൽവയിലും നൽകുന്ന മകേശ കരമുയർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാം. അപ്പോൾ പിശാച ഈ വിധത്തിലൊക്കെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. അപ്പോൾ ദൈവം തമ്പുരാൻ പിശാചിനോട് പറയുന്നത് ആ 1:12 ഇതാ സാത്താനെ ഇയ്യോബിനുള്ളതെല്ലാം നിന്റെ കയ്യിലോട്ട് തരിക. വായിച്ച 1:12 ദൈവം സാത്താനോട് അവനുള്ളതൊക്കെയും നിന്റെ കയ്യിൽ ഇരിക്കുന്നു. ഇതാ ഇയ്യോബിനുള്ളതെല്ലാം നിന്റെ കയ്യിലോട്ട് അങ്ങ് തരിക. അവന്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം പറയാതെ ഒരുത്തനും നിന്നെ തൊടുകയല്ല. ദൈവം അനുവദിക്കാതെ ഒരുത്തനും നിന്നെ തൊടുകയല്ലെന്ന്. തൊടുകയല്ല. അഥവാ ആരേലും തൊട്ടാൽ ഓർത്തോണം ദൈവത്തിന് അതിന്റെ മുമ്പിൽ എന്തെങ്കിലും പദ്ധതിയുണ്ട്. അഥവാ ആരേലും തൊട്ടാൽ ഓർത്തോണം ദൈവത്തിന് പദ്ധതിയുണ്ട്. അന്നേരം നീ പഞ്ചായത്ത് മെമ്പറെയും വിളിച്ച് പ്രസിഡന്റിനെയും വിളിച്ച് MLA കണ്ട് MP കണ്ടേച്ച് അവിടെ പോയി സമരം ചെയ്യരുത്. ഞങ്ങളിൽ ഒന്നിനെ തൊട്ടെന്നാൽ അക്കളി ഈ കളി പുസ്തകം പറയുന്നത് ദൈവം അറിയാതെ തൊടുകയല്ലെന്ന്. അന്നേരം നമ്മൾ പറയാം ഞങ്ങളിൽ ഒന്നിനെ. എങ്ങനെ അത് ആ ഡയലോഗ് എങ്ങനെ ഞാൻ മറന്നുപോയി. എടപ്പൊട്ട ദൈവം അറിയാതെ ഒന്നും വരികയല്ല. സകലത്തിന്റെ അധികാരി കർത്താവാ. ദൈവം അനുവദിക്കാതെ ഒരുത്തനും നിന്നെ തൊടുകയല്ല. അഥവാ ആരെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ മുമ്പിൽ എന്തെങ്കിലും പദ്ധതി കാണും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പദ്ധതി കാണും. അന്നേരം നീ ദൈവത്തിന്റെ പദ്ധതിക്ക് എതിരായിട്ട് സ്തോത്രം. പിശാചിനോട് ദൈവം പറഞ്ഞതാ ഇയ്യോബിനുള്ളതെല്ലാം നിന്റെ കയ്യിലോട്ട് തരിക. അവന്റെ മേൽ മാത്രം സ്തോത്രം. ആദ്യം പുള്ളി തൊടാനൊന്ന് വന്നു. ഇയ്യോബിനെ പറ്റി ഇങ്ങനെ ആക്ഷേപം പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞാണ്ട് അവനുള്ളതല്ല ഇരിക്കുന്ന എടുത്തോ. അന്നേരം പിശാച് പറഞ്ഞു ഞാനങ്ങനെ എടുക്കാനാ. അതിനാ നീ അവന് ചുറ്റും വേലി കെട്ടി വെച്ചേക്കല്ലേ. നീ അവന് ചുറ്റും നിനക്ക് ചുറ്റും ദൈവം വേലി കെട്ടിയിട്ടുണ്ടെന്ന്. എന്തോ വേലിയാന്ന് വെച്ചാൽ ഇവിടെ അപ്പുറത്തുകാരിട്ട കമ്പി വേലിയൊന്നുമല്ല, ദൈവം ദൂതനെ കൊണ്ടാണ്. നീ അവനും അവന്റെ വീട്ടിനും അവന്റെ സകലത്തിനും ചുറ്റും വേലി കെട്ടിട്ടില്ല. ചുറ്റും വേലി കെട്ടിയെന്ന് നിനക്ക് ചുറ്റും ദൈവത്തിന്റെ തീമതിലുണ്ടെന്ന്. ശത്രു നിന്റെ കോമ്പൗണ്ടിൽ കയറാൻ ദൈവം അനുവദിക്കത്തില്ല. എടാ അഥവാ നിന്റെ വീട്ടിൽ ആരെങ്കിലും മോഷ്ടിക്കാൻ വന്നാൽ അവൻ അവിടെ വരുമ്പം തിരിഞ്ഞു പോകുമെന്ന്. പോകും. പട്ടിയെ ഒന്നും വളർത്തണ്ട, വേണ്ട. ചില പറഞ്ഞ ഒരു പട്ടി ഉണ്ടെങ്കിൽ അറിയാമല്ലോ. പിന്നെ എന്നെ അറിയാൻ പട്ടിക്കും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്ത് മയക്കുന്നതൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നു. ഞാൻ കഴിച്ചിട്ടില്ല. വലിയ പട്ടിയെ വളർത്തിയതാ. വീടും സ്ഥലവും പറയുന്നില്ല. പട്ടി അറിഞ്ഞില്ല. അവൻ ബുദ്ധിമാൻ. അവൻ പട്ടിക്ക് ആദ്യം കൊടുത്തു. പട്ടി 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പട്ടി മാണ്ട് കിടന്ന് അവൻ കയറി. പണ്ട് നമ്മുടെ കള്ളം കയറി വെച്ച് എല്ലാ സാധനവും പാണ്ടിലോറി കിട്ടാല്ല എടുത്തോണ്ട് പോയത്. അപ്പൊ അപ്പുറത്തെ വീട്ടുകാരെടുത്ത് വീട് മാറുകയാണ്. അവര് കണ്ടു പാണ്ടിലോറി കിട്ട് സാധനമെല്ലാം കയറ്റുന്നത്. അപ്പൊ അവരോർത്തത്, കാരണം ഈ സഹകരിക്കുന്നില്ലല്ലോ അധികം. അപ്പുറത്തെ കാര്യമായിട്ട് സഹകരിച്ചാലല്ലേ വീട് മാറുകയെന്നോ അതോ പോവുകയെന്നോ എടുക്കാന്നോ അവരുമായിട്ട് മിണ്ടും മതിലുമൊക്കെ കെട്ടി ഇങ്ങനെ താമസിക്കില്ലയോ. കാശിഷ്ടം പോലെ ഉണ്ട്. ഭയങ്കരം മതിലും കെട്ടി ആമത്താഴ് വിട്ട് ഗേറ്റ് വിട്ട് പോയിട്ട് ആരാ അപ്പുറം താമസിക്കുന്ന പോലും അറിയത്തില്ല. പിന്നെ വല്ലപ്പോഴും കാറേ പോകുമ്പോൾ ഇങ്ങനെ എന്നിട്ട് ഇവിടെ ലോറി ഇട്ട് സാധനം എടുത്തപ്പോൾ അവർ കാണുന്നുണ്ട്. അവർ പെമ്പളയും മാമ്പളയും ബാൽക്കണി ഇരുന്ന് കാണുക ലോറിയ സാധനം. അപ്പൊ അവര് തമ്മിൽ പറഞ്ഞു അയ്യോ സ്ഥലം മാറുക എന്ന് തോന്നുന്നു.
ആട്ടെ, അവരും കണ്ടു. എന്തായാലും ആ കള്ളൻ പാണ്ടിലോട് കൊണ്ടുവന്നിട്ട് അവനും അവൻ്റെ കൂട്ടരും വന്ന് ഒടുവിൽ തള്ള കിടക്കുന്ന മുറിയിൽ കയറി ടോർച്ചടിച്ചു. എന്നാലും അവർ ദർശനം കാണുകയാണ് പറഞ്ഞൊന്നുകൂടെ ഇറുക്കി അടച്ചു. അല്ല, ഒരു കണക്കിന് അത് നല്ലതായി. അത് നല്ല, അല്ലെങ്കിൽ അവൻ കുത്തിക്കൊന്നും എന്നെ അടുത്തേന്. അല്ല, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഉണ്ട്. ഒരു കാര്യം ദൈവമക്കളോട് പറയാം, നിന്റെ വീടിന് ചുറ്റും ദൈവം ദൂതനെ നിർത്തും. അഥവാ നിന്റെ വീട് കവർച്ച ചെയ്യാൻ ഒരുത്ത ദൈവം അവനെ തടയുമെന്ന് ഞാനത് വിശ്വസിക്കുന്നയാളാ. ഞാനത് അനുഭവിച്ചയാളാ. ദൈവത്തിന് മഹത്വം. നിന്റെ വീടിന് ചുറ്റും ദൈവത്തിന്റെ ദൂതനുണ്ട്. സ്തോത്രം. ദൂതസഞ്ചയം എനിക്കു കാവലായി തന്നു. ദൂതസഞ്ചയം എനിക്കു കാവലായി തന്നു. ഓ ദൂതരേക്കാൾ ശ്രേഷ്ഠമായ സ്ഥാനം ദാനമായി തന്നതിനെ ഓർത്തു. ദാനമായി തന്നതിനെ ഓർത്തു. ഓ സ്തോത്രമേ, സ്തോത്രമേ, പ്രിയ യേശു രാജനെന്നും സ്തോത്രം. പ്രിയ യേശു രാജനെന്നും സ്തോത്രം. സ്തോത്രമേ, സ്തോത്രമേ, പ്രിയ യേശു രാജനെന്നും സ്തോത്രം. പ്രിയ യേശു രാജനെന്നും സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കളിക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, നിനക്ക് ചുറ്റും, നിന്റെ കുടുംബത്തിന് ചുറ്റും ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവലുണ്ട്. സ്തോത്രം. അഥവാ നിന്റെ വീട്ടിൽ കേട്ടിട്ടുണ്ട് കൊച്ചുകുഞ്ഞു ഉപദേശിയാന്നോ പുഞ്ചമണ്ണിൽ മാമന് ഉപദേശിയാന്നോ, അവരുടെ രണ്ടുപേരുടെ ആരുടെയോ ജീവിതത്തിലെ സംഭവമാണ്. മുറ്റത്ത് നട്ട് കിളിച്ചു വന്ന ഏത്തവാഴ കൊലച്ചു. വേട്ടമല്ലയോ കൊച്ചുകുഞ്ഞോ, അവരിൽ പഴയ പിതാക്കന്മാരാരോ? ഇപ്പൊ ഒരു സാക്ഷ്യം തന്നെ പലരും പറയുന്നുണ്ട്. ആരുടെയൊക്കെയാന്ന് നമുക്കും അറിയുന്നില്ല. പുള്ളി എഴുതിയ പാട്ട് ഞാൻ എഴുതിയാന്നാ പറഞ്ഞത്. ഒന്ന പുള്ളി പറഞ്ഞില്ല, ഞാൻ 2 വരി എഴുതി, മറ്റേ പുള്ളി ബാക്കി എഴുതി. എന്നാൽ വേറൊരു പുള്ളി പറഞ്ഞ് ഞാൻ എൻ്റെ ഒടുവിലെത്തത് ഞാൻ എഴുതി. അപ്പം വേറെ പുള്ളി പറഞ്ഞ് എൻ്റെ പാട്ട് മൂട്ടിച്ചോണ്ട് അവൻ പോയെന്നു. എന്നാൽ മറ്റേ പുള്ളി പറഞ്ഞ് ഇവനാ മൂട്ടിച്ചെന്ന്. ഇതിപ്പോൾ ആരാന്ന് നമുക്ക് കൃത്യം അറിയത്തുമില്ല. അതുകൊണ്ട് നമ്മളും ഇപ്പം കടന്ന് കുഴയുക ആരുടെയിലും ആട്ടെ. അതുകൊണ്ട് ഒരു സാക്ഷി തന്നെ പലരും പറയുന്നുണ്ട്. അപ്പം എന്തായാലും ഏത്തക്കൊല മൂട്ടിച്ചു, അതറിയാം, ആരുടെയിലും ആട്ടെ. കള്ളം വന്ന് ഏത്തക്കൊല മൂട്ടിച്ചുകൊണ്ട് പോയി. പുള്ളി പ്രാർത്ഥിച്ച്, ദൈവമേ, ഞാൻ ദൂതനെ ഇവിടെ നിർത്തിയിരുന്നതാ, ഇവൻ വന്ന് ഏത്തക്കൊല മൂട്ടിച്ചുകൊണ്ട് പോയി. നടന്ന സംഭവം കൊണ്ടുപോയവന് സ്വസ്ഥത കിട്ടിയില്ല. അവൻ പിറ്റേന്ന് ഇവിടെ കൊണ്ട് വെച്ചു. ഞാൻ എപ്പോഴും പറയുന്നൊരു സാക്ഷ്യമുണ്ട്. പാതിയപ്പള്ളി കുഞ്ഞവറാച്ചൻ എന്ന് പറയുന്നൊരു കർത്തൃദാസനുണ്ട്. ഇപ്പോഴും കൊണ്ട് ക്ഷീണമാണ് വാഗത്താനത്ത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കള്ളൻ കയറി. കള്ളൻ വർഷങ്ങൾക്ക് അവിടുത്തെ അമ്മച്ചി നല്ലൊരു അമ്മച്ചിയാണ്, ഭക്തയായ നല്ല മാന്യ മാതാവാണ് കുഞ്ഞവറാച്ചൻ്റെ അമ്മ. അപ്പോൾ കുഞ്ഞവറാച്ചൻ വലിയ ബിസിനസ്സും ഒക്കെയാണ്, കോൺട്രാക്ടറാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ കള്ളൻ കയറി. കള്ളൻ നല്ല ബുദ്ധിയുള്ള കള്ളനാണ്. സന്ധ്യയ്ക്കേ കയറി. ഇരുട്ടി കഴിയുമ്പോൾ അവർ കതകിന് കുറ്റിയിടും. അപ്പം പിന്നെ തുറക്കാനൊക്കത്തില്ല. അതിൻ്റെ കള്ളൻ നേരത്തെ വലിയ വീടാണ്. അന്നത്തെ കാലത്ത് ഭയങ്കരം വീടാണ്. അന്നത്തെ കാലത്ത് ആ ദേശത്ത് ഏറ്റവും വലിയ വീടാണ്. ഇഷ്ടംപോലെ മുറികളും വാതിലുകളും ഒക്കെ. അപ്പം പലരും അവിടെ വരുമല്ലോ, ബിസിനസ്സിനോട് ബന്ധപ്പെട്ടും കോൺട്രാക്ടറോട് ബന്ധപ്പെട്ടും സഭയൊക്കെ. അപ്പം പലരും വന്നപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരൊക്കെ നടക്കും. അപ്പം ഒരുത്തൻ അങ്ങോട്ട് കയറിപ്പോയി വീട്ടിൽ വന്നവരായിരിക്കുമെന്ന് എല്ലാവരും കരുതി. അവൻ കള്ളനായിരുന്നു. അവൻ നേരത്തെ കയറി പാത്തിരുന്നു. അങ്ങനെ പാത്തിരുന്ന് കഴിഞ്ഞപ്പോൾ കുഞ്ഞാറാച്ചനും കുടുംബവും അറിയുന്നില്ല, അമ്മണിമാമയെ അറിയുന്നില്ല. അതിരിങ്ക ജോർജ് സാർ എന്ന് പറയുന്നൊരു കർത്തൃദാസനുണ്ടായിരുന്നു, മൺമറഞ്ഞു. അതിരിങ്ക ജോർജ് സാർ ഭയങ്കര കൃപയുള്ള കർത്തൃദാസനാണ്. അനേകം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം ദർശനം കൊടുത്തു. കുഞ്ഞാറാച്ചന്റെ വീട്ടിൽ കള്ളം കയറുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ടെന്ന്. നിങ്ങൾക്ക് ആർക്കും വിശ്വാസമില്ല. കണ്ടു. കള്ളം കയറി പോകുന്നതും ഇരിക്കുന്ന സ്ഥലവും ജോർജ് സാർ വെളിപ്പാട് കണ്ടു. പുള്ളിക്ക കൊച്ചായൻ എന്ന് പറയുന്ന കർത്തൃദാസനും മക്രോണി ഷൗമേലി ചായനും പറഞ്ഞു കേട്ടതാ. അവരെയും കൂട്ടിക്കൊണ്ട് അംബാസഡർ കാറിൽ കുഞ്ഞവറാച്ചൻ്റെ വീട്ടിൽ വന്നു. അയ്യോ സാറേ, വിളിക്കാതെ എന്നാ വന്നത്, എന്നാ കാര്യം, ആരുണ്ടകത്ത്?
ഇന്ന ആൾക്കാരുണ്ട്, ഇങ്ങോട്ടിറങ്ങ. അപ്പോൾ പുള്ളിക്കൊച്ചായ നല്ല അഭ്യാസമൊക്കെ പഠിച്ച ആളാണ്, വിശ്വാസത്തിൽ വന്നു, കായബലമുള്ള ആളാണ്. അപ്പോൾ പുള്ളി ചോദിച്ചെന്നാ പറഞ്ഞത്, ജോർജ് സാറെ എവിടെ ആയിരിക്കുന്നെന്ന്. വെളിപ്പാട് കണ്ടത് ജോർജ് സാറല്ലേ. പുള്ളി പറഞ്ഞു കൊടുത്ത് ഇന്നെടുത്താന്ന്. നേരെ അങ്ങോട്ട് ചെന്ന്, ബാക്കി കാര്യം ഞാൻ ഇപ്പം പറയുന്നില്ല, കൺവെൻഷൻ ആയതുകൊണ്ട്. ഉപദ്രവിച്ചൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ഓർക്കുന്ന തല്ലി കുണം വരുത്തി എന്നായിരിക്കും. ഒരു സുവിശേഷം പറഞ്ഞു. എൻ്റെ അറിവ് ശരിയെങ്കിൽ അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. അതാ ഈ മാർഗത്തിന്റെ വിശേഷത. സ്തോത്രം. അല്ലാതെ ഡോബർമാനെ വളർത്തിയത് കൊണ്ടൊന്നുമല്ല. പാല് മുറിച്ച 2 പട്ടിയും മോന്ത ചുളുങ്ങിയ ഒരു പട്ടിയാണ്. അതിന്റെ പേരൊന്നും എനിക്കറിയാൻ പറ്റില്ല. കണ്ടിട്ടില്ലേ? എത്ര ഈയിടെ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോ ഇങ്ങനെ നിൽക്കുന്നതുണ്ട്. ഇവിടെ നിന്റെ വീട്ടിൽ ദൈവം ദൂതനെ ഇറക്കുവന്നായി പറഞ്ഞത്. നിന്റെ സഭയ്ക്ക് ചുറ്റും ദൈവം ദൂതനെ ഇറക്കുവന്ന്. നീ പാർക്കുന്നിടത്ത് ദൈവം ദൈവദൂതനെ ഇറക്കുവന്ന്. ദൈവദൂതൻ ഇറങ്ങിയാൽ ഒരു ദൂതൻ ഇറങ്ങി 1,85,000 അടിച്ച് ശരിയാക്കി. ഈ ടൈപ്പ് ദൂതനാ നിനക്ക് വേണ്ടി ഇറങ്ങുന്നത്. എന്താ പട്ടിയുടെ പേന്റെ പാക്കോ? പാക്ക് വന്നാ 1,85,000 അടിക്കുവോ? സ്വോത്ര പട്ടിയെ അവൻ അടിച്ച് ശരിയാക്കും. നിനക്ക് പട്ടി വേണോ ദൂതം വേണോ എന്ന് ഇന്ന് രാത്രി തീരുമാനിക്കണം. നാളെ ഒരുത്തം പറഞ്ഞ് പട്ടിയും ദൂതനും വേണമെന്ന്. രണ്ടും കൂടെ ഒക്കുകയല്ല, രണ്ടും കൂടെ ഒക്കത്തില്ല. ദൈവത്തിന്റെ മഹത്വം. നിനക്ക് ദൂതൻ ദൈവം ഇറക്കും. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നത്, ശക്തിയും ബലവുമേറിയ ദൈവദൂതന്മാർ പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും. ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടി കോടിയാ. അയ്യോ, എല്ലാവർക്കും കൂടെ ദൈവം ദൂതനെ വിടുമോ? അതിനു വേണ്ട ദൂതനുണ്ടോ? അയ്യോ, ഉണ്ട്. കോടി കോടി ദൂതന്മാരാ. കോടി കോടി ദൂതരുമായി യേശുരാജൻ വരുന്നേരം മരിച്ചവർ ഉയർത്തിയിടും, വിശുദ്ധന്മാർ മറന്നിടും. കോടി കോടി ദൂതരുമായി മരിച്ചവർ ഉയർത്തിയിടും, വിശുദ്ധന്മാർ വാക്കുമാറ ദൈവജനം ഓരോന്നായി നിറവേറും. വാക്കുമാറ ദൈവജനം ഓരോന്നായി നിറവേറും. ഞാനും ചേർന്ന് ആനന്ദിക്കും എന്നെ കൂടെ. ഹല്ലേലൂയ. അതെ, ദൈവത്തിന് മഹത്വം. ശിംശോൻ പാസ്റ്ററെ പാടുമ്പോളേ ഇവര്, ഞാൻ പ്രസംഗിക്കുമ്പോൾ കുഴപ്പമില്ല, പാട്ട് പാടുമ്പം ഇതിന്റെ ശബ്ദം അങ്ങ് പോകുന്നു. അതെന്നാ? ഏത് അതിലോ? അപ്പൊ ഇവരുടെ ശബ്ദം കേൾപ്പിക്കാതിരിക്കാൻ എന്നാ മാർഗം? എന്റെ ശബ്ദമല്ലേ കേൾക്കണ്ടേ? അപ്പൊ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഞാൻ ഒരു വരിയെ പാടുകയുള്ളൂ. ആ സഹോദരനൊക്കെ ദൈവമേ എന്നെ വിളിച്ചും പുരണ്ടി ഇരുത്തിരിക്കുക കൊട്ടാന, അയാളോട്ട് പാടുന്നുമില്ല. ഒരു വരി പാടും, ഒന്നിന്റെ കൊട്ട് മതി. ഒരു കാര്യം ദൈവമക്കളോടും കേൾക്കുന്നവരോട് പറയാം, നിനക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും. സാത്താനോട് ദൈവം പറഞ്ഞ അയ്യോവനുള്ളതെല്ലാം തൊടാനാ, നീ അവന് ചുറ്റും വേലി കെട്ടി. നിനക്ക് ചുറ്റും ദൈവത്തിന്റെ വേലിയുണ്ട്. ദൈവം അറിയാൻ ഒരുത്തനെ നിന്നെ തൊടത്തിന്റെ വേലി പൊളിക്കത്തില്ലെന്നേ. ഇങ്ങനെ സാത്താൻ പറഞ്ഞപ്പോഴാ തമ്പുരാൻ പറഞ്ഞു, അങ്ങനെ എന്താ ഇയ്യോബിനുള്ളതെല്ലാം നിന്റെ കയ്യിലോട്ട് തരിക, പക്ഷെ അവന്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുത്. ഇനി ഓടിച്ചു പറയാം. സാത്താൻ ഇത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. അനുവദിച്ചല്ലോ. സാത്താന് സന്തോഷമായി. സാത്താൻ സന്തോഷിച്ച് പുറപ്പെട്ട് ഇയ്യോബിനുള്ളത് മുഴുവൻ അങ്ങ് തൊട്ടു. 1:13 മുതൽ വായിര്. ഒരു ദിവസം ഇയ്യോബിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ചേട്ടന്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരു ദൂതൻ അവന്റെ അടുക്ക വന്ന് കാളകളെ പൂട്ടുകയും പെൺകെടുതുകൾ അരികെയും മേഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് ശബായർ വന്നവയെ പിടിച്ചുകൊണ്ടുപോയി വേലക്കാരെ വാളിന്റെ വയറ്റിലേക്ക് വെട്ടിക്കൊന്ന് വിവരം തന്നെ അറിയിപ്പാൻ ഞാനൊരുത്തം മാത്രം മടുതി പോന്ന് പറഞ്ഞു. ഇത് പറഞ്ഞോടിക്കുമ്പോൾ വേറൊരുത്തം വന്ന് അടുത്ത വാക്യം വായിര്. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരുത്തൻ വന്നു,
ദൈവത്തിന്റെ തീ ആകാശത്ത് നിന്ന് വീണ് കത്തി വേലക്കാരും ബാല്യക്കാരും എല്ലാം ഇരയായി തുറന്നു. വിവരം തന്നെ അറിയിപ്പാൻ ഞാനൊരുത്തം മാത്രം അഴുതി പോന്നു. ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ വേറൊരുത്തം വന്ന് അടുത്ത വാക്യം വായിര്. പെട്ടെന്ന് കൽദയർ മൂന്ന് കൂട്ടമായി വന്ന് ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ട് പോവുകയും വേലക്കാരെ വാളിന്റെ വായുത്തിലേക്ക് വെട്ടിക്കൊന്ന് വിവരം തന്നെ അറിയിപ്പാൻ ഞാനൊരുത്തം മാത്രം അഴുതി പോന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ വേറൊരുത്തം വന്ന് അടുത്ത വാക്യം വായിര്. നിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ചേട്ടന്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്ത് പെട്ടെന്ന് മരുഭൂമിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് വന്ന് പേരയുടെ 4 മൂലയ്ക്ക് ഒടിച്ച് പേര കൊച്ചുങ്ങളുടെ പുറത്ത് വീണ് കൊച്ചുങ്ങളെ യാത്തന്നാ. ഞാൻ എന്റെ ശൈലി പറഞ്ഞതുള്ളത് അങ്ങനെ തന്നെ അല്ലേ? സ്തോത്രം. ത്രിവിധ ശക്തി വന്ന് ഇയ്യോബിന്റെ സമ്പദ്ഘടന മുഴുവൻ നശിപ്പിച്ചെന്ന്. ഈ സാമ്പത്തിക ഭദ്രത വന്നത് ദൈവം അറിഞ്ഞ? അതെ, ദൈവം പറഞ്ഞാ വന്ന്. ഇത് ഒപ്പിച്ചെങ്കിലും ദൈവം അനുവദിച്ചിട്ടാ. ഈ കണ്ടമാനം കാശുണ്ടാക്കാൻ പരിശ്രമിക്കുമ്പോ ചില കെടുതികളൊക്കെ ഇത് ദൈവം പറഞ്ഞ കേസാ. ദൈവം അനുവദിച്ചു. പിശാചി പറഞ്ഞത് അവനിങ്ങനെ പദ്ധതിയോടെ പ്രാർത്ഥിക്കുന്നതും സ്വോത്രം പറയുന്നതും ആരാധിക്കുന്നത് കാശുള്ളത് കൊണ്ടാ. കാശെല്ലാം തീരട്ടെ അന്നേരം അറിയാൻ കളി. അന്നേരം ദൈവം പറഞ്ഞ മുഴുവൻ ഏൽപ്പിക്കുക. തൊട്ടു. അങ്ങനെ സാത്താൻ വന്ന് ഇയ്യോബിനുള്ളതെല്ലാം തൊട്ടു. കൽദയര്, ശെബായര്, ത്രിമൂർത്തികള്. അങ്ങനെ ചിന്തിക്കുന്ന ത്രിമൂർത്തി, 3 ശക്തികൾ. കൽദയര്, ശെബായര്, തീ. ഈ 3 ത്രിവിധ ശക്തികളൊന്ന് ഇയ്യോബിന്റെ സമ്പത്ത് മുഴുവൻ തകർത്തു. പിള്ളേരെല്ലാം കൂടെ മൂത്ത ചേട്ടന്റെ വീട്ടിൽ തിന്ന് വീഞ്ഞു കുടിച്ചിരിക്കുക. പിള്ളേര് 10 പിള്ളേര്. അങ്ങനല്ലേ എഴുതിയേക്കുന്ന? മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ. അങ്ങനല്ലേ വായിച്ചേ? നിന്റെ മക്കളല്ല, മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ. അല്പം കൂടെ കയറ്റി വായി. നിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്തായാലും പിള്ളേര് നല്ല കൊച്ചുങ്ങളാ. കാരണം പ്രാർത്ഥിക്കുന്ന കൊച്ചുങ്ങൾ. അതുകൊണ്ട് എല്ലാവരുടെ ഒരുത്തന്റെ വീട്ടിൽ ഒന്നിച്ച് കൂടി. മൂത്ത ചേട്ടൻ നമ്മള് കൂടുകയല്ല. മൂത്തവൻ ചർച്ചോ കോഡ്, രണ്ടാമത്തവൻ IPC, അതിന്റെ ഇളയവൻ അസംബ്ലീസ് കോഡ്, 4മത്തവന് ഷാരോന്, 5മത്തവൻ സ്വതന്ത്ര പെന്തിക്കോസ്, തള്ളയൊരെണ്ണം TPM-ല്. ഒരെണ്ണം യോജിക്കുകയില്ല, കയറുകയില്ല. ഇവിടെ യോഗം വെക്കുമ്പോൾ അവർ യോജിക്കുകയില്ല, അവിടെ വെക്കുമ്പോൾ ഇവരും ചെല്ലുകയില്ല. ഇവൻ വേദവസ്ഥമായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അവർ മാട്ടോസോ വേദവസ്ഥമായിട്ട് അങ്ങോട്ട്. കണ്ടാൽ പോലും മിണ്ടുകയില്ല. അവരെ കണ്ടിട്ട് തെക്കോട്ട് തിരിഞ്ഞ് നടന്നു. 2 കൂട്ടരും അങ്ങേയറ്റത്തേക്ക് എന്ന് വെച്ച് നോക്കിയപ്പോൾ സൂക്ഷം നോക്കുകയും ചെയ്തു. ഞാൻ പറയുന്ന മനസ്സിലാകുന്നില്ല. എന്നാൽ ഈ പിള്ളേര് നല്ല പിള്ളേരാ. മൂത്ത ചേട്ടന്റെ വീട്ടിൽ ഒന്നിച്ചു കൂടി. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാം, ദൈവമക്കളെ, ദൈവസ്നേഹം എന്താന്ന് ചോദിച്ചാൽ സഭ നോക്കിയല്ല, സംഘടന നോക്കിയല്ല, കളറ് നോക്കിയല്ല, പൈസ നോക്കിയല്ല, പൊസിഷൻ നോക്കിയല്ല. യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ കാണുമ്പോൾ അകത്തൊരു തുടിപ്പുണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിന്റെ മാനസാന്തരം ശരിയായ മാനസാന്തരമാണ്. IPC, ചർച്ച കോഡും അസംബ്ലീസ് കോഡ്, ഷാരോനും ന്യൂ ഇന്ത്യയും TPM നോക്കിയല്ല സ്നേഹിക്കേണ്ടത്. ബോർഡ് നോക്കിയുള്ള സ്നേഹമൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല. സ്തോത്രം. കളർ നോക്കിയുള്ള സ്നേഹവും ദൈവത്തിൻ്റെതല്ല. എനിക്ക് ഒരു പ്രഗത്ഭനായ ഒരാളെ അറിയാം. പുള്ളി പണ്ഡിത ശിരോമണിക്ക, പക്ഷെ എല്ലാവർക്കും കൈ കൊടുക്കുകയല്ല. എല്ലാവർക്കും കൊടുക്കുക. പണ്ഡിതൻ ഭയങ്കര പണ്ഡിതനാ. പേരൊന്നും ഞാൻ പറയുന്നില്ല, മറന്നുപോയിട്ടല്ല, വെറുതെ എന്തിനാ ആലോക്യം ഉണ്ടാക്കുന്നെന്ന് ഓർത്ത്. ഭയങ്കര പണ്ഡിത ശിരോമണിയാ, എല്ലാവർക്കും കൈ കൊടുക്കുകയല്ല. ചില കനമുള്ള പിടിപ്പുള്ള കാശുള്ളവരെ കണ്ട കഴിഞ്ഞോട്ട് വന്ന് ഞാൻ കാണിക്കാൻ പുള്ളി കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് പിടിപ്പ് കുറഞ്ഞവനും, ചില നാടൻ ഭാഷ പറയാ, കളർ കുറഞ്ഞവനും പിടിപ്പ് കുറഞ്ഞവനും കാശില്ലാത്തനും അന്ന കൈതാ. സ്തോത്രം. ഇതൊന്നും ദൈവമക്കൾക്ക് ഭൂഷണമല്ല. അവര് ദൈവം വിളിച്ചവരുമല്ല, മാനസാന്തരപ്പെട്ടവരുമല്ല. സ്തോത്രം. സഭ നോക്കിയല്ല സ്നേഹിക്കേണ്ടത്. മാർത്തോമയാന്നോ, യാക്കോബയാന്നോ, കത്തോലിക്കരാന്നോ, അല്ലെ CSI ആന്നോ, CMS ആന്നോ, സാൽവേഷൻ ആർമി ആന്നോ, ബ്രദർ ആന്നോ, പെന്തിക്കോ, അതല്ല ദൈവസ്നേഹം. രക്ഷിക്കപ്പെട്ടൊരു ദൈവത്തിന്റെ പൈതലിന്, രക്ഷിക്കപ്പെട്ടൊരു ദൈവത്തിനെ കാണുമ്പോൾ അകത്തൊരു തുടിപ്പുണ്ടാകും. ഈ വന്ദനം കേട്ടിയപ്പോ പിള്ള ഗർഭത്തിൽ തുള്ളിയെന്നാ. ഒരു തുള്ളി പിള്ള നിന്നുമില്ല. പിള്ള വെളിയിൽ വന്നും തുള്ളി.
സ്തോത്രം. അവൻ ആത്മാവിൽ പിന്നെയും ബലപ്പെട്ട. നമ്മൾ ഒരു തുള്ളിയാ ചിരിക്കുക മിണ്ടാതെ. എന്നിട്ട് പറയും, ഞാൻ 82 തുള്ളിയതാ. എവിടെ വെച്ച്? അകത്ത് വെച്ച്. പിന്നെ തുള്ളിയിട്ടില്ല. ഓ, തുള്ളണമെന്നുണ്ട്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ പൈതലിന് അകത്ത് തുടിപ്പുണ്ടാകും. അപ്പൊ ഈ പിള്ളേര് നല്ല പിള്ളേരാ. എല്ലാവരും മൂത്ത ചേട്ടന്റെ വീട്ടിൽ ഒന്നിച്ച് കൂടി. അതൊരു നല്ല കാര്യമാണ്. ദൈവമക്കൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. സ്തോത്രം. ഇത് ചില സഭ യോഗം വെക്കുമ്പോൾ മറ്റവര് വരികയല്ല, അവര് വെക്കുമ്പോ ഇവര് പോകുകയല്ല. ഇതൊന്നും ശരിയായൊരു നടപടിയല്ല. അതാരുടെ യോഗമാ? അതെ, സ്വതന്ത്രക്കാരാ. ഞങ്ങളാരും പോകുകയല്ല. ഞങ്ങൾക്ക് ആ ദിവസം ഇവിടെ വേറെ ഒന്നും ഗുണം വന്ന കേസല്ല. എടാ, ദേശത്ത് ആരുമായിക്കോട്ടെ ഒരു സുവിശേഷ യോഗം നടക്കുമ്പോൾ ആ ദേശത്തുള്ള ദൈവമക്കളെല്ലാം ഒന്നിച്ചു കൂടണം. അതാ ദൈവ സ്നേഹം. അല്ലാതെ അവർ യോഗം വെക്കുന്ന സെയിം ഡേറ്റ് അപ്പുറയും കൊണ്ട് യോഗം വെച്ച് ഉള്ള കുരുക്ക് ഒപ്പിച്ച് വിശ്വാസി കടന്നു കൂടി അങ്ങോട്ട് പോകാവോ? ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മനസ്സെല്ലാം അവിടെ ഉണ്ടോ? അങ്ങനല്ല. ദൈവസ്നേഹത്തിൽ നിൽക്കണം. ഏട്ടാ, ഞാൻ ഇടയ്ക്ക് ആ ഭാഗം അങ്ങ് വിടുക. അപ്പോൾ ഇവര് പിള്ളേരെല്ലാം കൂടെ മൂത്ത ചേട്ടന്റെ വീട്ടിൽ തിന്ന് വീഞ്ഞു കുടിച്ചിരുന്നു. പെട്ടെന്ന് കൊടുങ്കാറ്റ് വന്ന് പെരയുടെ മൂലക്കടിച്ച് പുര കുഞ്ഞുങ്ങളുടെ മേൽ വീണ് കുഞ്ഞുങ്ങൾ 10 മരിച്ചു. ഇയ്യോബിന്റെ സമ്പത്ത് മുഴുവൻ തകർത്തു. തലമുറ മുഴുവൻ പോയി. സാത്താൻ ഓർത്തത് സമ്പത്തും തലമുറയും പോകുമ്പോൾ ഇവൻ ദൈവത്തെ ത്യജിച്ചു പറയുമെന്ന. പക്ഷെ ഇയ്യോബിന്റെ ക്വാളിറ്റി കണ്ടോ? ഇയ്യോബ് പറയുക, ദൈവം തന്നു, ദൈവം എടുത്തു, അവിടുത്തെ പൊന്നുനാമം വാഴ്ത്തപ്പെടട്ടെ. ദൈവം തമ്പുരാൻ അപ്പം സാത്താനോട് പറഞ്ഞു, സാത്താനെ നീയല്ലേ പറഞ്ഞ പുള്ളിയുടെ സമ്പത്തും പിള്ളേരും എല്ലാം പോകുമ്പോൾ ദൈവത്തെ ത്യജിച്ച് പറയുന്നത്. അന്റെ സമ്പത്തും പിള്ളേരും എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും പുള്ളി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നല്ലോ. ഉടനെ സാത്താൻ പറയാ, തൊക്കിന് പകരം തൊക്ക്. മനുഷ്യൻ തനിക്കുള്ളതൊക്കെ ജീവന് പകരം കൊടുക്കുമെന്ന്. 2:4 സാത്താൻ യഹോവയോട് തൊക്കിന് പകരം തൊക്ക്. മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തന്റെ ജീവന് പകരം കൊടുത്തു കളയും. ഒരു മനുഷ്യന് ഏറ്റവും വലുത് അവന്റെ ജീവനാ. എല്ലാവർക്കും അങ്ങനെ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഏറ്റവും വലുത് അവനവന്റെ ജീവനാ, അല്ലേ? എല്ലാവർക്കും അങ്ങനെ. സഹോദരിമാര് പറയോ, എന്റെ അച്ചാച്ചൻ എനിക്ക് അങ്ങ് ജീവനാ. അത് ജീവനാ, പക്ഷെ അച്ചാച്ചനേക്കാളും ജീവൻ അവനവന്റെ ജീവനാ. ബൈക്കേലൊക്കെ ഉള്ള പോക്ക് കാണുമ്പോൾ നമ്മളൊക്കെ ജീവനാ. പിന്നെ ജീവനെയൊക്കെ നമ്മൾ കണ്ടതല്ലേ. എല്ലാവരും അല്ലെങ്കിലും സിംഹഭാഗവും ആരോഗ്യവും പ്രസരിപ്പും ഓജസ്സും കരുത്തും നെടുപ്പവും ആക്കവും തൂക്കവും ഒക്കെ ഉള്ളപ്പോൾ അച്ഛ അത് കഴിയുമ്പോൾ പുള്ളി ആകെ ക്ഷീണിക്കുമ്പോൾ എങ്ങനെയുണ്ട്? ഓ, പുള്ളിക്ക് വയ്യ. ദൈവഹിതത്തിനായിട്ട് പ്രാർത്ഥിച്ചാട്ട പാസ്റ്ററെ. തന്തയാകാനാണ് പറഞ്ഞത്. അത് പച്ചയ്ക്ക് പറഞ്ഞില്ലെന്നേ, വലിയ കഷ്ടമാണ്. നേരത്തെയോ ഞങ്ങളുടെ ഒരു അച്ചായൻ പറഞ്ഞത്, വന്ന് വിളിച്ചു, മേരിക്കുട്ടി എന്ന് വിളിച്ചു രാത്രിയിൽ. വർഷങ്ങൾ കല്യാണം കഴിഞ്ഞ് മക്കളും കൊച്ചുമക്കളായി. എന്ത് ചെയ്തിട്ട് കതക് തുറക്കുന്നില്ല. പഴയ കാലമാണ്. അപ്പൊ പുള്ളി കറണ്ടില്ല. അപ്പൊ പുള്ളി വെച്ചിട്ട് കടക് തുറക്കടി അച്ചായ, സാക്ഷ കാണുന്നില്ലെന്ന്. സാക്ഷ പണ്ട് സാക്ഷ എന്നാ പറയുന്നത്. സാക്ഷ അപ്പൊ പുള്ളി തിന്നേന്ന് ചോദിച്ചു. പണ്ട് ഒറ്റപ്പെടുത്തത്തിന് സാക്ഷായിലായിരുന്നല്ലോ ഒന്ന്. കല്യാണം കഴിച്ച ആ നാളുകളില് സൂക്ഷം വന്ന് സാക്ഷായിലായിരുന്നല്ലോ കൈ വെക്കുന്നത്. ഇപ്പം 10-25 കൊല്ലം കഴിഞ്ഞാന്ന് വന്ന് ഈ സാക്ഷ തപ്പി പുള്ളി വെളിയിൽ നിന്ന് ചോദിച്ചു, വെളുക്കുവോളം നിൽക്കണോടി, കിട്ടുമോ എന്ന് സാക്ഷ. അങ്ങനെ മനുഷ്യന്റെ രീതി എങ്ങനെ? സ്തോത്രം. അവനവന്റെ ജീവനായ ഏറ്റവും വലുത്. അതാ സാത്താൻ പറയുക, ത്വക്കിന് പകരം ത്വക്ക്. മനുഷ്യൻ തന്റെ ജീവന് പകരം കൊടുത്തു കളയും. ജീവന് പകരം ഉള്ളതൊക്കെയും, തനിക്കുള്ളതൊക്കെയും തന്റെ ജീവന് പകരം കൊടുത്തു കളയും. അപ്പൊ എന്ത് വേണേലും അവനവന്റെ ജീവന് വേണ്ടി കൊടുക്കും. പറഞ്ഞതിന്റെ സാരം ഇതാ, അവന്റെ പിള്ളേരെയും പെറുങ്ങണിയും വരുമാനം ഒക്കെ ആ തൊട്ടത് അവനെ തൊട്ടോ? ഇല്ല, അവനെ തൊട്. അന്നേരം അറിയാം ഇവർ.
അപ്പൊ ദൈവം സാത്താനോട് എന്നാ പറഞ്ഞു? അടുത്ത വാക്യം, അടുത്ത വാക്യം. ദൈവം സാത്താനോട് നിന്റെ കൈ നീട്ടി ആ അവന്റെ അസ്ഥിയും മാംസവും അപ്പൊ ദൈവം തമ്പുരാൻ സാത്താനോട് പറയുക, നിന്റെ കൈ നീട്ടി അവന്റെ അസ്ഥി മാംസവും ഒന്ന് തൊടുക. തൊടുക. അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയുമെന്ന് ദൈവം തമ്പുരാൻ പറയുക, നിന്റെ കൈ നീട്ടി അവന്റെ അസ്ഥി മാംസവും യോബിന്റെ അസ്ഥി മാംസവും തൊടുക. അന്നേരം താനിന്ന് പറയാ. അപ്പൊ ദൈവം തമ്പുരാൻ എന്നാ പറഞ്ഞത്? ഇതാ അവൻ നിന്റെ കയ്യിലിരിക്കും. ഉടനെ ദൈവം തമ്പുരാൻ സാത്താനോട് പറയുക, ഇതാ അവനെയും കൂടെ നിന്റെ കയ്യിലോട്ട് തരിക, എന്നാൽ അവന്റെ പ്രാണനെ മാത്രം തൊടരുത്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ പ്രാണനെ ദൈവം അറിയാൻ ആരും തൊടുകയല്ല. ഏത് മാരക രോഗം വന്നാലും നിന്റെ ക്യാൻസർ ആയിരിക്കാം, ബ്രെയിൻ ട്യൂമർ ആയിരിക്കാം, കിഡ്നി പ്രോബ്ലം ആയിരിക്കാം, ഹാർട്ടിന്റെ പ്രോബ്ലം ആയിരിക്കാം, ഷുഗർ കൂടി അങ്ങേയറ്റം പറ്റിക്കാണ്, മറ്റനേക രോഗങ്ങൾ നിന്നെ പിടികൂടി. ലോകത്തിലെ വൈദ്യന്മാർ പറഞ്ഞു കാണും അധിക നാൾ കാണത്തില്ല, ജീവിച്ചിരിക്കത്തില്ല, ക്യാൻസർ ആയത് 4ാം സ്റ്റേജൊക്കെ വന്നു എന്നൊക്കെ പറയും. അത് ഞാൻ എതിർക്കുന്നില്ല, വൈദ്യശാസ്ത്രം അങ്ങനെയൊക്കെ വിധി എഴുതി. പക്ഷേ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് പറയുക, ദൈവം അറിയാതെ നിന്റെ പ്രാണം പോകത്തില്ല, ദൈവം അനുവദിക്കാതെ നിന്റെ ജീവൻ പോകത്തില്ല. നിന്റെ ജീവൻ അവിടുത്തെ ഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കുക. ജീവന്റെ മേലും മരണത്തിന്റെ മേലും പാതാളത്തിന്റെ മേലും അധികാരമുള്ളവൻ നസറേയനാകുന്ന യേശു. പ്രൈസ് ദി ലോർഡ്. അതികളൊടിച്ചെന്നെ കാക്കുന്നവൻ, പച്ചനദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. അതികളൊടിച്ചെന്നെ കാക്കുന്നവൻ, പച്ചനാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. നീതിമണിയിൽ എന്നെ നടത്തിക്കൊണ്ടു വരുന്നവൻ ജീവനായകനേ മനുവേലേ. അപ്പൊ ശ്രദ്ധിക്കുക, നിങ്ങളെ ഇനി ഒന്ന് കൊട്ടാതിരുന്നേ, അന്നേരം ഞാൻ നോക്കട്ടെ. ഒന്ന് കൊട്ടാതിരുന്നേ, ഞാൻ നോക്കട്ടെ. കൊട്ടരുതേ, ഞാൻ പറഞ്ഞിട്ട്. അതികളൊന്നിച്ചെന്നെ കാക്കുന്നവൻ, പച്ചനാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. നീതിപടിയിൽ എന്നെ നടത്തിക്കൊണ്ടു വരുന്നവൻ. ജീവനായകനെ മനുവേലേ ജീവനായകനെ. ഇപ്പോ ഇതുപോലെ ഇനി ഒപ്പിക്കണം. ഒക്കുകയല്ല, എന്നാ ഇനി ഇതൊന്നും വായിക്കുകയും വേണ്ട, ഒക്കുകയല്ലെങ്കിൽ. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവം അനുവദിക്കാതെ, ദൈവം പറയാതെ നിന്റെ ജീവൻ പോകുകയല്ല. നിന്റെ ജീവൻ ദൈവത്തിന്റെ കരങ്ങളില. സകലത്തിന്റെ മേലും അധികാരമുള്ളവൻ കർത്താവാ. ഇന്ന് രാത്രി ഈ മാരക രോഗത്തിൽ വലകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ അവൻ സങ്കീർത്തനക്കാരൻ പാടുന്നത് പോലെ പറ, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ലോകവൈദ്യന്മാര് പറഞ്ഞു കാണും അധിക നാൾ കാണത്തില്ല, അധിക നാൾ ജീവിച്ചിരിക്കും. അതൊക്കെ ഞാൻ എതിർക്കുന്നില്ല. പക്ഷെ ഇന്ന് രാത്രി നീ മരിക്കത്തില്ല. നിന്റെ ജീവൻ ദൈവത്തിന്റെ കരങ്ങളില. പ്രാണന്റെ മേൽ അധികാരമുള്ളവൻ യേശു. ഇന്ന് രാത്രി ആ കർത്താവിന്റെ കരങ്ങളെ സമർപ്പിക്ക്. നിനക്കും നിന്റെ കുടുംബത്തിനും ഇന്ന് രാത്രി വിടുതല. യേശു നിന്നെ സൗഖ്യമാക്കും, യേശു നിന്നെ വിടുവിക്കും, ദൈവം നിന്നെ സൗഖ്യമാക്കും. നിന്റെ പ്രശ്നത്തിന് ഇന്ന് രാത്രി പരിഹാരമുണ്ടെന്ന്. ഹല്ലേലൂയ. ദൈവം തമ്പുരാൻ പറയുക, ഇതാ ഇയ്യോബിനെയും കൊണ്ട് അങ്ങ് തരിക, പക്ഷെ അവന്റെ പ്രാണനെ മാത്രം. സാത്താന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ സാത്താൻ സന്തോഷിച്ച് പുറപ്പെട്ട് ഇയ്യോബിനെ തൊട്ടു. അടുത്ത വാക്യത്തിലുണ്ട്, അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി. അടുത്ത വാക്യമായി, സാത്താൻ യഹോവ അവൻ ഒരു ഓട്ടിൻ കഷ്ണം എടുത്ത്. അല്ലല്ല, അതിന്റെ മുകളിൽ സാത്താൻ വന്ന് തൊട്ട കാര്യമായി.
യഹോവ സാത്താനോട്, ആ, ഇതാ അവൻ നിന്റെ കയ്യിലിരിക്കുന്നു, ഇത് അവൻ നിന്റെ കയ്യിലിരിക്കുന്നു, അവന്റെ പ്രാണനെ മാത്രം അവന്റെ തൊടരുത്." പ്രാണനെ മാത്രം തൊട്ടേക്കരുത്. അടുത്ത വാക്യം. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ട് ഇയ്യോബിന്റെ ഉള്ളംകാൽ മുതൽ മുതല് നെറുക വരെ വല്ലാത്ത പരുക്കെന്ന, ചെറിയ പരുക്കല്ല, പരുക്കളെ പരു. പണ്ടൊരാൾ പറഞ്ഞു ഇയ്യോബിന്റെ കരപ്പനായിരുന്നെന്ന്. പിന്നെ കരപ്പനൊന്നും വന്ന കാര്യമല്ല, വല്ലാത്ത പരുക്കള്. എല്ലാം വിവരിക്കുന്നില്ല. അസുഖ്യമായ വേദനയും വല്ലാത്ത ചൊറിച്ചിലും. ഈ പരുക്കളും വ്രണങ്ങളും കഠിനമാകിട്ട് ഈ പുറമെയുള്ള പരുക്കളേക്കാൾ ഉപരി ഉള്ളിന്റെ ഉള്ളിലും പരുക്കളും വ്രണങ്ങളും വന്നെന്ന. ഈ പരുക്കളും വ്രണങ്ങളും കഠിനമായപ്പോൾ ഇയ്യോബ് ചാരത്തിൽ പോയിരുന്ന് ഓട്ട് കഷണം എടുത്ത് ഇങ്ങനെ ചൊറിഞ്ഞിരിക്കുക. ചൊറിഞ്ഞു ഇങ്ങനെ ചൊറിച്ചിലല്ലേ. ഓട്ട് കഷണം എടുത്ത് ഇങ്ങനെ ചൊറിഞ്ഞും ചൊരണ്ടി ഇരിക്കുക. പരുക്കളല്ലേ. ഞാൻ പറയാനുണ്ട്, ഭക്തന് ബുദ്ധിമുട്ട് വന്നപ്പോ എന്തെടുക്കുക? ചൊറിയുക. എന്നാൽ മർക്കോസ് 5 ഒരുത്തനുണ്ട് ചൊറിയായിരുന്നോ? 5:5 വായിരും. മർക്കോസ് 5:5. അവൻ ചൊറിയല്ലോ. 5:5 പെട്ടെന്ന് വായിച്ചു. മർക്കോസ് 5:5. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടപെടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചു. ഇയ്യോബ് എന്നെ എടുക്കുകയായിരുന്നു? ചൊറിയുക. മർക്കോസ് 5 പുള്ളി ചതയ്ക്കുക. ഇതാ ഭക്തനും അഭക്തനും തമ്മിലുള്ള വ്യത്യാസം. അല്ലെ കൊണപ്പെട്ടവനും കൊണപ്പെടാത്തവനും തമ്മിലുള്ള വ്യത്യാസം. എന്റെ ഭാഷയിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. കൊണപ്പെട്ടവൻ ചൊറിഞ്ഞു, കൊണപ്പെടാത്തവൻ ചതച്ചു. അങ്ങനെ ചതയ്ക്കുന്നവരുണ്ട്. കുടുംബജീവിതമൊക്കെ അല്ലേ, പല ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. ചില സഹോദരിമാർ, എല്ലാവരുമല്ല, ചില സഹോദരിമാർ വീട്ടിൽ ബുദ്ധിമുട്ടും പ്രയാസവും ആരോഗ്യവും ഒക്കെ വരുമ്പോൾ ഭർത്താവിനെ തല്ലാനൊക്കാത്തതിന് ചിലർ തല്ലുന്നവരും ഉണ്ട്, തല്ലി മേടിച്ചവരും ഉണ്ടെന്ന്. അടുത്ത കാലത്ത് എന്നോട് ഒരാൾ പറഞ്ഞു, ഒന്ന് കിട്ടിയെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, തിരിച്ചടിച്ചോ? ഓ, ക്രൂശിച്ചെന്ന് പറഞ്ഞു. അതോ? ഓ, അത് ക്രൂശി ആണി ഇളകിയതാണ്. ആണി ഇളകിയ പലരും കാണും. അപ്പൊ ചിലര് തിരിച്ചു തല്ലത്തില്ല, തല്ലുകയില്ല, തല്ലാനൊക്കത്തുമില്ല. അതിന് തന്നെത്താൻ ഇങ്ങനെ ഇടിക്കുന്ന കാണും. എന്റെ ദൈവമേ എന്ന് പറഞ്ഞു. കണ്ടിട്ടുണ്ടോ എന്നല്ല, ഇടിച്ചിട്ടില്ലേ? സഹോദരന്മാരുടെ ഒരു കാര്യം പറയാം. അങ്ങനെ തന്നെത്താൻ ഇടിക്കുമ്പോൾ നിങ്ങൾ ഞായറാഴ്ച സമയം കിട്ടുകയാണെങ്കിൽ സാക്ഷി പറയണം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ആഴ്ച മർക്കോസ് 5 നിറവേറി. അപ്പൊ ഞങ്ങൾക്ക് പിടി കിട്ടും. തെളിച്ച് പറയണ്ട, ഞങ്ങൾക്ക് പിടി കിട്ടും. ഇത്ര പറഞ്ഞാൽ മതി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ വീട്ടിൽ മർക്കോസ് 5 നിറവേറി. അപ്പൊ ഞാൻ 5:5 വായിച്ചോളാം. തന്നെത്താൻ ചതച്ചു. അതെ, ഇയ്യോബ് ഇങ്ങനെ ചൊരണ്ടിയിരിക്കുക. ഇങ്ങനെ വളരെ കഷ്ടത്തിൽ കൂടെ പോകുകയാ. ഓടിച്ചു പറയാം, പുറമെയുള്ള പരുക്കളേക്കാൾ ഉപരി ഉള്ളിന്റെ ഉള്ളിൽ പരുക്കളും വടുക്കളും വ്രണങ്ങളും ഉണ്ടായി അകത്തുനിന്ന് വരുന്ന ശ്വാസത്തിന് ദുർഗന്ധം. അതാ പുസ്തകത്തിൽ വായിക്കുന്നത്, എന്റെ ശ്വാസം എന്റെ അസഖ്യവും എന്റെ യാചന എന്റെ ഉടപ്പെടുന്നവൾക്ക് അറപ്പുമായി. വഴി പോയവരെല്ലാം ഇയ്യോബിനെ പഠിക്കാൻ തുടങ്ങി. സ്നേഹിതന്മാര് ദ്വേഷിക്കുക. ഇയ്യോബിന് അനർത്ഥവും കഷ്ടമെല്ലാം വന്നപ്പോൾ 2-3 സ്നേഹിതന്മാരുണ്ടായിരുന്നു. 2:11 അവര് പറഞ്ഞു, നമുക്ക് അത്തറ്റം പോയി പുള്ളിയുടെ കൂടെ സഹതപിപ്പാന്ന്. 2:11 അനന്തരം തേമാന്യനായ എലീഫസ്, നയമത്തിയായ ശൂഹ്യനായ ബിൽദാദ്, നയമത്യനായ സോഫർ, 3 പേര്. അവിടെ 3, പിന്നെ എലീഹു എന്ന് പറയുന്ന വേറൊരു പുള്ളി ലാസ്റ്റ് വന്ന് 3-4 ഹൂഹു എന്നൊക്കെ വെച്ചു. അവസാനം പുള്ളി പരുവക്കേടി പോയതായിട്ട് നമ്മൾ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ആ ഭാഗം ഇപ്പം പോകുന്നില്ല. ഇവിടെ 3 പേര് വന്ന് 3 പേര്, ഈ 3 പേര് പറഞ്ഞു, സ്നേഹിതന്മാരാ. 3 പേര് പറഞ്ഞു, അയ്യോ നമ്മുടെ കൂട്ടു സഹോദരൻ ഇയ്യോബ് കഷ്ടത്തിൽ കൂടെ പോവുക, പിള്ളേരെല്ലാം ചത്തു, സമ്പത്തെല്ലാം പോയി, പുള്ളി ഇപ്പം അസുഖമൊക്കെ പിടിച്ച് ചൊരണ്ടിയിരിക്കുക. നമുക്ക് അത്തറ്റം പോയി പുള്ളിയുടെ കൂടെ 10 മിനിറ്റ് എന്ന് പ്രാർത്ഥിക്കാം, പുള്ളിയുടെ കൂടെ സഹതപിപ്പാം. നല്ല സ്നേഹിതന്മാരാ. ഒന്നുമില്ലെങ്കിൽ ഈ കഷ്ടവും അനർത്ഥവും വന്നമ്മമാരാന്നെങ്കിലും പറഞ്ഞല്ലോ, നമ്മുടെ സ്നേഹിതന്മാർ പലരും വരത്തില്ല. കഷ്ടമോ ഇതുപോലെ പിള്ളേരും ചത്തു, സമ്പത്തും പോയി, ചൊറിച്ചിലും ആയിക്കൊണ്ട് ഞാൻ നമ്മുടെ സഹോദരന്മാർ എഴുതും. എന്തോ കാര്യമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ചൊറിയേണ്ട കാര്യമൊന്നും ഇല്ല. ഇവരും അതൊക്കെ പിന്നെ പറഞ്ഞു.
പിള്ളേര് 10 ചാകണമെങ്കിൽ എന്തേലും കാര്യമുണ്ട്. 1 2 ആണെ നമുക്ക് സഹിക്കാം. സ്തോത്രം. ഇത്രയും സമ്പത്ത് ഒരു വെട്ടുവാദം വന്ന കന്നാലി പോലും ഇല്ലാതായിപ്പോയി. അപ്പൊ എന്തായാലും കാണാൻ പുള്ളിയും ക്ലിയറല്ല. അതുകൊണ്ടാണ് ഇതൊക്കെ. നമ്മുടെ ആൾക്കാർ പിന്നെ എഴുതുന്നൊന്നും എനിക്ക് പൊതുവിലും പറയാനൊക്കത്തില്ല. എന്തെല്ലാം കോടാലി ഒപ്പിക്കുമെന്ന് അറിയാം. എന്നാൽ ഇയ്യോബിന്റെ 3 സ്നേഹിതന്മാര് സഹതപിപ്പാൻ പ്രാർത്ഥിക്കാൻ വന്നു. പക്ഷെ അവരും ഇതൊക്കെ തന്നെ പ്രാർത്ഥിക്കാൻ വന്നവരാ. എന്റെ ഭാഷ പറഞ്ഞ പാര വെച്ചേച്ചാ പോയത്. പ്രാർത്ഥിക്കാനാ വന്ന, പക്ഷെ നിങ്ങളോർക്ക് നീ പ്രാർത്ഥിക്കുന്നതെല്ലാം പ്രാർത്ഥിക്കുന്നവരാന്ന് കൂടുതലും പാരയാ. വലിയ അലവാങ്കുമായിട്ടാണ് നടക്കുന്നത്. അടുത്തിരിക്കുന്ന പുള്ളിക്ക് വെച്ചാൽ അനങ്ങാതിരിക്കും. ഇടയ്ക്കിടയ്ക്ക് നോക്കും വെച്ച അലവാങ്ക് കേൾക്കുന്നുണ്ടോ എന്ന്. പ്രാർത്ഥിക്കാനാ വന്നത്, പക്ഷെ മിക്കതും പാരയാ. മിക്കതും പാരയാ. ഇയ്യോബിന്റെ സ്നേഹിതന്മാർ സഹതപിപ്പാൻ വന്നവർ ഇയ്യോബിനെ ദ്വേഷിക്കാൻ തുടങ്ങി, കുത്തു പറയാൻ തുടങ്ങി. നിന്റെ പിള്ളേരെല്ലാം ക്ലിയർ ആയിരുന്നെങ്കിൽ 10 ചാകുവോ? ചോദ്യമാ. നീ ക്ലിയർ ആയിരുന്നെങ്കിൽ ഈ ചൊറഞ്ഞും ചൊരണ്ടി ഇരിക്കുവോ? നീ യഥാസ്ഥാനപ്പെട്ടവനായിരുന്നെങ്കിൽ ഈ സമ്പത്ത് മുഴുവൻ പോകുവോ? ഇങ്ങനെയൊക്കെ വേദനിപ്പിക്കുന്ന ആശ്വാസകന്മാരായി. ഇയ്യോബ് പല കാര്യം പറഞ്ഞിട്ട് ഇവർ ഉൾക്കൊള്ളുന്നില്ല, അംഗീകരിക്കുന്നില്ല. അങ്ങനെ പല കാര്യം പറഞ്ഞ് ഉൾക്കൊള്ളാതെ വന്നപ്പോൾ ഇയ്യോബ് ഇവരോട് പറഞ്ഞ ഭാഗമാണ് നമ്മൾ കുറുവാക്യം വായിച്ചത്. ആ 12-ന്റെ പ്രാരംഭവാക്യം വായിച്ചേ. 12-ന്റെ പ്രാരംഭവാക്യം 12:1. ഇയ്യോബ് ഉത്തരം പറഞ്ഞത്. അപ്പൊ ഇയ്യോബ് ഉത്തരം പറയുക. അപ്പൊ പല കാര്യം പറഞ്ഞിട്ട് ഇവർ ഏക്കുന്നില്ല. ഏക്കാതെ വന്നപ്പോൾ ഇയ്യോബ് ഇവരോട് പറഞ്ഞ കാര്യമായി 7 വെട്ടും വാക്യം ഇയ്യോബ് ഉത്തരം പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഇവരോട് പറയുന്ന ഭാഗമാ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല, ഞാൻ നിങ്ങളോട് കാര്യം പറഞ്ഞ് നിങ്ങൾ അംഗീകരിക്കുന്നില്ല, ഞാൻ നിങ്ങൾക്ക് ഉപദേശം പറഞ്ഞിട്ട് നിങ്ങൾ ഏറ്റെടുക്കുന്നില്ല. അതുകൊണ്ടൊരു കാര്യം പറയുക, മൃഗങ്ങളോട് ചോദിക്ക്, മൃഗം നിന്നെ ഉപദേശിക്കും. ആകാശത്തിലെ പക്ഷികളോട് ചോദിക്കുക, അവ പറഞ്ഞു തരും. അല്ല, ഭൂമിയോട് സംഭാഷിക്ക, അവ നിന്നെ ഉപദേശിക്കും. അല്ല, സമുദ്രത്തിലെ മത്സ്യം നിന്നോട് എന്ന് പറഞ്ഞാൽ ഇയ്യോബ് പറഞ്ഞതിന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് അവൻ അറിയിച്ചിട്ട് നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല, അംഗീകരിക്കുന്നില്ല. ഇനി ഒരു കാര്യം ചെയ്യും, മൃഗത്തോട് ചോദിക്കേ. തോണിക്കൂടി പറഞ്ഞിട്ട് നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല, മൃഗത്തോട് ചോദിക്കേ. ഏലിയാസ് പറഞ്ഞിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നില്ല, ഭൂമിയോട് ചോദിക്കേ. ഇന്നിപ്പം കാവാലം മാസ്റ്റർ വന്നു, ഉൾക്കൊള്ളുന്നില്ല, പക്ഷിയോട് ചോദിക്കേ. രാജരാജൻ പാസ്റ്റർ കുറെ നാളായിട്ട് പറയുക, അംഗീകരിക്കുന്നില്ല, മൃഗത്തോട് ചോദിക്കുക. അവൾ ഉൾക്കൊള്ളാതെ അംഗീകരിക്കാതെ വന്നപ്പോൾ ഇയ്യോബ് പറഞ്ഞ പദമാ 4 കാര്യങ്ങളായിട്ട് പറഞ്ഞത്. 1, മൃഗത്തോട് ചോദിക്കണം. 2, പക്ഷികളോട് ചോദിക്കണം. 3, ഭൂമിയോട് സംഭാഷിക്കണം. 4, മത്സ്യത്തോട് ചോദിക്കണം. ഇതെല്ലാം നിനക്ക് ഉപദേശം തരും. എല്ലാം ഒന്നും വിവരിച്ച് പറയാൻ നേരമില്ല. സമയം എന്തുവായി? 9:30 കഴിഞ്ഞു. 10 ആകുമ്പോൾ നിർത്താം. പോരെ? ഇത് പിടിച്ചു. ഞാനിനി കണ്ണാടിയൊന്നും വെച്ച് നോക്കുന്നില്ല. ബൈബിളും പിടിച്ചു. മൃഗങ്ങളോട് ചോദിക്കാം, അവ നിന്നെ ഉപദേശിക്കും. ഈ തിരുവെടുത്ത് പഠിക്കുമ്പോൾ മൃഗങ്ങൾ ഉപദേശം തരുന്ന ധാരാളം സംഭവങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. മൃഗമെല്ലാം കൂടെ സംസാരിക്കുന്നില്ലെന്നേ ഉള്ളു, പക്ഷെ മൗനമായിട്ടാണെങ്കിലും അവൻ മനുഷ്യനോട് മൃഗം സംസാരിച്ചു കൊണ്ടിരിക്കുക. അല്ല, ഒടുവിൽ മൃഗം സംസാരിക്കുന്ന വെളിപ്പാടിലുണ്ടല്ലോ. ഉണ്ട്. മൃഗം സംസാരിക്കും. തെളിവൊത്തിരി ഉണ്ട്. നിഷ്കന്മക്ഷ യുഗത്തിൽ മൃഗം സംസാരിക്കുമായിരുന്നു. മൃഗം മാത്രമല്ല, പാമ്പ് സംസാരിക്കുമായിരുന്നു. തള്ളയെടുക്ക പാമ്പല്ലേ വന്ന് പറഞ്ഞേ ഇല്ലേ? അതാ പാപ്പച്ചനാണോ? പാമ്പല്ലേ മേ വന്ന് പറഞ്ഞേ? മിണ്ടുകയല്ല. തള്ള പാമ്പിന്റെ ഫോൺ നമ്പരും എല്ലാം മേടിച്ചിടയ്ക്ക് മിസ് കോളും വിട്ട് പാമ്പ് ഇങ്ങനൊരു പടവും അമ്മാമ്മയ്ക്ക് അയച്ചു. ഹായ്. ഇച്ചിരി കഴിഞ്ഞ് വിളിക്കാന്നോ? അതാ. പാമ്പ് സ്ത്രീയോട് പാമ്പ് അങ്ങനല്ലേ എഴുതിയേക്കുന്നത്? പാമ്പ് സംസാരിക്കും. ഉദാഹരണം, പാപം ചെയ്തപ്പോഴായി സംസാരശേഷി നഷ്ടപ്പെട്ടത്. ഭൂമിയിൽ പാപം പ്രവേശിച്ചപ്പോൾ മൃഗത്തിന്റെ മനുഷ്യന്റെ സംസാരശേഷി അത്ര നല്ലതല്ലല്ലോ. ആണോ? അല്ല. ചിലര് അനാവശ്യം കൂട്ടിയ വർത്താനം പറയുള്ളൂ. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, എന്ത് ചോദിച്ചാലും അതിന്റെ മുന്നോ പിന്നോ എന്തെങ്കിലും ചേർക്കും.
ചേർക്കുന്നത് എനിക്കിപ്പം മൈക്കിൽ കൂടെ പറയാനൊക്കത്തില്ല, മറന്നിട്ടല്ല, അറിയാം. ഇപ്പോഴും പുള്ളിയോട് എന്തെങ്കിലും ചോദിച്ചാൽ പുള്ളി അത് എന്തേലും മുന്നോ പുറകോ എന്തേലും പുള്ളിക്ക് ചേർക്കണം, എന്തേലും സംസാരം നല്ലതല്ല. അങ്ങനെ നമ്മുടെ ഇടയിലും ഉണ്ട് ആൾക്കാർ, ഉണ്ട്. പാപം ചെയ്യുന്നതിന് മുമ്പ് സംസാരിക്കുമായിരുന്നു. പാപം ചെയ്ത് കഴിഞ്ഞപ്പം ചിലരുടെ സംസാരശേഷിയും പോയി, ചിലക്ക് സംസാരിക്കാൻ അറിയത്തുമില്ല, ചിലതിപ്പം മിണ്ടുന്നുമില്ല. ഇല്ല. ഉദാഹരണം, നമ്മൾ വീട്ടിൽ വളർത്തുന്ന കന്നാലി അങ്ങോട്ട് അമ്മ ഇറങ്ങുമ്പം അമ്മ പറ വരുന്നടി, അമ്മയ്ക്കും അറിയാം അന്നമ്മേന്നാ വിളിച്ചെന്ന, അന്നമ്മേന്നാ മാ. അപ്പൊ അന്നമ്മയ്ക്ക് അറിയാം എന്നെയാ വിളിച്ചത്, അതാ അന്നം പറഞ്ഞ വരുന്നടി. വീട്ടിൽ വളർത്തുന്ന പാട്ടി ബാവു, ബാബു എന്നായി വിളിക്കുന്നത്, ബാവു. പിന്നെ പോയിട്ട് വരാടാ, പിന്നെ പുള്ളിക്ക് മനസ്സിലായി. കണ്ടോ? ഈ മൃഗം സംസാരിക്കും. അങ്ങനെയെങ്കിൽ മൃഗങ്ങൾ നമ്മളെ ഉപദേശിക്കും. ഈ പുസ്തകം പിടിച്ചാൽ അങ്ങനെ ഉപദേശമുണ്ട്. ഉപദേശമാര് പറഞ്ഞിട്ട് അംഗീകരിക്കുന്നില്ല, ആരും കേൾക്കുന്നുമില്ല. അതുകൊണ്ട് യോബ് പറയുക, മൃഗത്തോട് ചോദിക്ക, അവൻ നിന്നെ ഉപദേശിക്കും. 7-ാം വാക്യം. മൃഗങ്ങളോട് ചോദിക്ക, അവൻ നിന്നെ ഉപദേശിക്കും. ഈ പുസ്തകം പഠിക്കുമ്പോൾ മൃഗം ഉപദേശം തരുന്ന അനവധി സംഭവങ്ങളുണ്ട്. എടുത്തു വായിപ്പിക്കുന്നില്ല, ഓടിച്ചെങ്ങ് പറയാ. ഒന്നാമത് തരുന്ന ഉപദേശം, ആമൻ സ്തോത്രം, ആമൻ സകലത്തിന്റെ മേലും മൃഗത്തിന്റെ മേലും മനുഷ്യന് അധികാരമുണ്ടായിരുന്നെന്ന. ആമേൻ സൃഷ്ടികർമ്മമെല്ലാം കൊണ്ട് നടത്തി ഒടുവിൽ സർവജ്ഞനായ ദൈവം തമ്പുരാൻ ആദാമിന്റെ മുൻപിൽ സകല ജീവജാലങ്ങളെയും മൃഗങ്ങളെയും വരുത്തി. ആദാം അവയ്ക്കിട്ടത് അവയ്ക്ക് പേരായി എന്ന് പറഞ്ഞാൽ സകല മൃഗവും തന്റെ മുന്നിൽ കൂടെ കടന്നു പോകുന്നത്. ഈ മൃഗത്തോട് ചോദിച്ച മൃഗം പറയും, ആമേൻ ആദാം എന്ന് പറയുന്ന വ്യക്തി ആമേൻ സ്വന്തം സകലത്തിന്റെ മേലും അധികാരമുള്ളവനാ എന്ന് പറഞ്ഞാൽ, ദൈവത്തോട് കൂടെ നടന്നാൽ, ദൈവത്തോട് ചേർന്നിരുന്നാൽ, ദൈവത്തോട് പറ്റി നിന്നാൽ, ദൈവത്തിന്റെ വഴിയിൽ നടന്നാൽ സകലതും നിനക്ക് കീഴാകും. ഇതാണ് ഈ മൃഗം തരുന്ന ഉപദേശം. ഉൽപ്പത്തി തരുന്നത് സകല മൃഗങ്ങൾ, ആനയും കടുവായും പുലിയും കരടി സകല കാട്ടുപോത്തും തരുന്ന ഉപദേശം എന്നാണെന്നറിയാമോ? ആമൻ ഈ ആദാം ദൈവത്തോട് കൂടെ നടക്കുക, ദൈവ സംസർഗത്തില, പാപം ചെയ്തിട്ടില്ല, പാപം പ്രവേശിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ മൃഗം പറയും, പാപം ചെയ്യാതെ ദൈവത്തോട് കൂടെ നടന്നാൽ ആമൻ ഞങ്ങളെല്ലാം നിങ്ങൾക്ക് കീഴ്പ്പെടും. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരു കാര്യം എന്നെ കേൾക്കുന്നവരോട് പറയാ, ആമേൻ സകല പാപത്തിൽ നിന്ന് നമുക്ക് മോചനമുണ്ടാകണം. പാപത്തിന് പരിഹാരം ഒരേ ഒരു മാർഗമേ ഉള്ളൂ, യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ആമേൻ യേശുവിന്റെ രക്തത്തിന് പാപം പരിഹരിക്കുവാൻ കഴിവുണ്ട്. അത് പുണ്യാക രക്തമാണ്, വിലയേറിയ രക്തമാണ്, നിർമ്മല രക്തമാണ്, സംസാരിക്കുന്ന രക്തമാണ്, വിലപ്പെട്ട രക്തമാണ്, പാപം മോചിക്കുന്ന രക്തം. ഇന്ന് രാത്രി ആ രക്തത്താൽ പാപമോചനം പ്രാപിക്കട്ടെ. മൃഗങ്ങളോട് ചോദിക്ക, അവ നിന്നെ ഉപദേശിക്കും. ഓടിച്ചു പറയാ, ബിലിയാമിന്റെ കഴുത. ചരിത്രമൊന്നും ഞാൻ വിസ്തരിക്കുന്നില്ല. അപ്പോൾ യഹോവ കഴുതയുടെ വായു തുറന്നു. അത് ബിലിയാമിനോട്, നീ എന്നെ 3 വട്ടം അടിപ്പാൻ ഞാൻ നിന്നോട് എന്ത് ചെയ്തു? കഴുത തരുന്ന ഉപദേശം ഇതാ, ആമൻ ദ്രവ്യാഗ്രഹം അകത്ത് കയറിയാൽ ദർശനം പോവും. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും അതാ കഴുത തരുന്ന ഉപദേശം. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഭൗതിക നന്മ നമുക്ക് ആവശ്യമാണ്, പക്ഷേ അതിൻ്റെ കുശാഗ്ര ബുദ്ധിയും തട്ടിപ്പും വെട്ടിപ്പും കാണിക്കരുത്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ആവശ്യമാണ്. അതൊക്കെ തരാൻ ദൈവം വിശ്വസ്തനുമാണ്. സൂത്രത്തിൽ തന്ത്രത്തിൽ കൗശല ബുദ്ധിയിലൊന്നും സമ്പാദിക്കരുത്. സ്തോത്രം. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലകാരണമാണ്. ഇതാ ബിലിയാമിന്റെ കഴുത തരുന്നത് എന്ന് പറഞ്ഞാൽ, അവന് കാശിനോടുള്ള ആർത്ത് കയറിയാൽ ദൈവീക ദർശനവും കൃപയെല്ലാം നഷ്ടപ്പെടുമെന്ന്. നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അടിക്കേണ്ടിടത്തല്ല അടിക്കുന്നത്, പോകേണ്ട വഴിയല്ല പോകുന്നത്. കാരണം ബിലിയാമിനെ പറ്റി പുതിയ നിയമത്തിൽ വായിക്കുന്നത്, അവൻ കൂലി കൊതിച്ച ബിലിയാമെന്ന. അകത്ത് മുഴുവൻ കൂലിയിരിക്കുക, അകത്ത് മുഴുവൻ ദ്രവ്യാഗ്രഹത്തിന്റെ കൗശല ബുദ്ധിയാ. ഈ മൃഗം തരുന്ന ഉപദേശം, അവൻ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലകാരണമാണ്. അതിലെ പുള്ളിയുടെ കാല് ഞെക്കിയത്, ദൂതനെ കണ്ടത്, ആകെ പ്രശ്നമായത്, ഒടുവിൽ ചത്തത് എങ്ങനെ? പുള്ളി പറഞ്ഞു, ഭക്തൻ മരിക്കുന്നത് പോലെ മരിക്കാൻ. ഭക്തൻ മരിക്കുമ്പോഴാണോ മരിച്ചത്? അയ്യോ, യുദ്ധം അങ്ങോട്ട് നടന്ന് ഇവനെ വെട്ടിക്കൊന്ന് പരുവക്കേടായി. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണ്.
ഇന്ന് രാത്രി മൃഗങ്ങളോട് ചോദിക്ക്, അവൻ നിന്നെ ഉപദേശിക്കും. ഓടിച്ചു പറയാം. പ്രവാചകൻ ഒരിക്കൽ നടന്നു വരിക. പ്രവാചകൻ അന്നേരം യൂത്ത് കുറെ ഉണ്ട്. യൂത്ത് പിള്ളേരെല്ലാം കൂടെ പുള്ളിയെ കളിയാക്കി. മൊട്ടത്തലയാ കയറി വായിപ്പിക്കുന്നില്ല, അറിയാമല്ലോ, മൊട്ടത്തലയാ. അപ്പൊ എൻ്റെ ചിന്ത, പുള്ളി മുടി വളർത്തിയ ഉപദേശിയല്ല. ഇപ്പൊ അങ്ങനത്തെ ഉപദേശിമാരും ഉണ്ട്. പാട്ടുന്നിട ഉണ്ട്. ഹല്ലേലൂയ എന്ന് പറഞ്ഞു വെച്ച് മുടിയെടുത്താട്ടെ ഉണ്ട്. അങ്ങനെയുള്ളവരുണ്ട്. ഇന്നാളെ ഒരാൾ റബ്ബർ ബാൻഡ് ഇട്ടുകൊണ്ട് വരുന്നു. ഇവര് പിന്നെ മര്യാദയ്ക്ക് മുടിയൊക്കെ വെട്ടി യോഗ്യമായിട്ട് നിൽക്കുന്നു, അഭിനന്ദിക്കുന്നു. ചിലരൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ വളർത്തിക്കോ, പക്ഷെ ഒരു ആത്മീക ശുശ്രൂഷയിൽ വേണ്ട. ഇതാ നമ്മുടെ ശുശ്രൂഷ ആത്മീക ശുശ്രൂഷകളാണ്. ഇതിനകത്ത് വരുമ്പോൾ യോഗ്യമായിരിക്കണം. മുടി വളർത്തരുതെന്നോ അതൊന്നും പിടുത്ത വിഷയമല്ല. ശുശ്രൂഷയ്ക്ക്, സ്റ്റേജേല്, ആരാധനയ്ക്ക് ഒക്കെ വരുമ്പോൾ യോഗ്യമായിരിക്കണം. ഇപ്പൊ ഇതൊന്നും തീർത്ത് പറയാനും ഒന്നും മിണ്ടാനൊക്കെ വല്ലാത്ത കാലമാണ്. മിണ്ടിയ അന്നേരം തന്നെ പ്രശ്നമാണ്. അതുകൊണ്ട് മാഷന്മാരും വളരെ പേടിച്ചൊക്കെയാണ് ജീവിക്കുന്നത്. എനിക്ക് പിന്നെ ഇതൊന്നും വിഷയമല്ല. ഇനി എന്നാ വിഷയം ഉണ്ടാകാനാ? പണ്ടൊരു തെങ്ങേന്ന് വന്ന് തല തെറിച്ച് പോയപ്പം പമ്പള വന്ന് പറഞ്ഞു, എൻ്റെ ദൈവമേ, ഇതിലും വലുത് തലയില്ല, ഇതിലും വലുത് എന്നാ വരാനാ? ഒരു കാര്യം പറയാം, നമ്മുടെ വിഷയത്തിൽ വരാം. മൊട്ടത്തലയാ കയറി വരാൻ കളിയാക്കുക, പരിഹസിക്കുക, ഉപദേശിയെ കളിയാക്കുക, പരിഹസിക്കുക. അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ, ഉപദേശിയെ പരിഹസിക്കുക. മൊട്ടത്തലയാ കയറി വരാൻ. ഉപദേശിമാരെ കളിയാക്കുന്ന, പരിഹസിക്കുന്ന, നിന്ദിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ആക്ഷേപിച്ചവരൊക്കെ ഒന്നെങ്കിൽ മാനസാന്തരപ്പെടും, ഇല്ലേ മേടിച്ചു കിട്ടും. പരമാർത്ഥ മനസ്സോടെ ജീവിക്കുന്നവനെ, വിശ്വസ്തയോടെ ജീവിക്കുന്നവനെ നീ ഞോണ്ടാൻ പോയാൽ വിവരം അറിയും. അതുപോലൊരു സംഭവം ഇവിടെ. മൊട്ടത്തലയാ കയറി വരാൻ. പുള്ളി ഉടനെ മൊട്ടത്തലയാ തിരിഞ്ഞൊന്ന് നോക്കിയപ്പോൾ അവിടുത്തെ വാക്യം, കാട്ടിൽ നിന്ന് 2 പെൺകരടി ഇറങ്ങി വന്നെന്ന്. അപ്പോൾ കാട്ടിൽ നിന്ന് 2 പെൺകരടി ഇറങ്ങി വന്ന് അവരിൽ 42 ബാലന്മാരെ കീറിക്കളഞ്ഞു. ഹോശിയ പ്രവചനത്തിൽ വായിക്കുന്നത് ഹൃദയത്തിന്റെ നെയ്വല കീറുവന്ന. വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല. ഞാൻ നേരത്തെ പുസ്തകം മടക്കി അങ്ങ് കൊടുത്തില്ല. കാരണം അങ്ങനെ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരനെ ഏൽപ്പിച്ചു. അങ്ങനെ ഞാൻ ഏൽപ്പിച്ചല്ലോ, അതുകൊണ്ട് ഇനി വായിപ്പിക്കുന്നില്ല. അപ്പോൾ കാട്ടിൽ നിന്ന് 2 പെൺകരടി ഇറങ്ങി വന്നു. അവരിൽ അപ്പൊ കുറച്ചേറെ പിള്ളേരുണ്ടായിരുന്നു. കിട്ടിയതാണ് 42. ഒരു പെൺകരടിക്ക് 21 വെച്ച്. കരടിയും പറഞ്ഞാണ്, നല്ല ഗോളായിരുന്നല്ലോ. ഈ കരടിയോട് ചോദിച്ചാൽ കരടി പറയും, എടാ കൊച്ചുങ്ങളെ, എല്ലാരെയും നിന്നിച്ച് കളിയാക്കുന്നത് പോലെ അഭിഷത്തിന്റെ നേരെ നീ കയറി കൊമ്പ് കോർക്കരുത്. എല്ലാരെയും ഞോണ്ടുന്നത് പോലെ, എല്ലാരെയും തൊടുന്നത് പോലെ, എല്ലാരെയും കയറി ഉപദ്രവിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുന്ന, ജീവിക്കുന്ന, ആരാധിക്കുന്ന ദൈവഭക്തന്മാരെ തൊട്ടാൽ നീ വിവരം അറിയും. നമ്മൾ തിരിച്ചടിക്കത്തില്ല, അത് നമ്മുടെ മാർഗവുമല്ല. ഒന്നും പറയത്തില്ല. നമ്മളെയൊക്കെ തല്ലിയാൽ നിന്നുകൊള്ളുക അല്ലാതെ, എന്നെയാന്നെ തല്ലിയ ഒറ്റയടിക്കാൻ താഴെ വീണ് ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. ഒരു കൽപ്പും കടയൊന്നുമില്ല. അല്ലെ ഒന്ന് തല്ലി നോക്ക്, ഒറ്റയടിക്ക് താഴെ വീഴുവന്നു. പക്ഷെ പിന്നെ ഒരടിക്കൊക്കെ നിൽക്കുന്നു കൊടുക്കുമായിരിക്കും. എന്നെ കിട്ടുകയല്ല, ആദ്യത്തെ അടിക്ക് താഴെ വീഴും. നിന്നുകൊള്ളാനൊക്കത്തില്ല, താഴെ കിടന്ന് കൊള്ളുകയല്ലാതെ. അതല്ലേ അനേക ദൈവദാസന്മാരെ ഉപദ്രവിക്കുന്നില്ല, ഒന്നും പറയുന്നില്ല, ചിലര് എതിർക്കുന്നില്ല. തല്ലാനാക്കമില്ലാഞ്ഞിട്ടാണോ? നമ്മുടെ മാർഗം ഇതല്ലല്ലോ. സ്തോത്രം. അനാവശ്യം നമ്മളെ പറയുന്നു. നാളൊരു തള്ള എന്നോട് പറഞ്ഞു, എൻ്റെ നല്ല ഫസ്റ്റ് ക്ലാസ് ചീത്ത ഇരിപ്പുണ്ടെന്ന് എന്നോട്. പക്ഷെ ഞാൻ പറയത്തില്ല, എന്നോട് പറഞ്ഞതാ. എൻ്റെ നല്ല അമ്മയുടെ ഭാഷ ഫസ്റ്റ് ക്ലാസ് ചീത്ത. ഒന്ന് പറയുന്ന ഞാൻ പറഞ്ഞുമില്ല. പറഞ്ഞിരുന്ന തള്ള പറഞ്ഞേനോ. നമ്മുടെ മാർഗം തിരിച്ചു പറയുന്നതല്ലല്ലോ, തിരിച്ചു പ്രതികരിക്കുന്നതുമല്ല. നമുക്കൊറ്റ മാർഗമുള്ളൂ, മുട്ടയിലിരിക്കും, പ്രാർത്ഥന. സ്തോത്രം. അവരെന്നോട് ചെയ്യുന്നതല്ല, എനിക്ക് പ്രാർത്ഥനയുള്ളെന്നാ ഭക്തൻ എഴുതിയേക്കുന്നത്. ഏതായാലും ഒരു കാര്യം പറഞ്ഞാൽ, മൃഗം, ഈ കരടിക്കുട്ടന്മാര് പറയും, ആമേൻ, എല്ലാവരെയും തൊടുന്നത് പോലെ പ്രാർത്ഥിക്കുന്നവനെ തൊടരുത്, നിന്നെ കീറിക്കളയും. ദൈവം നിന്നെ കീറിക്കളയുമെന്ന്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളോട് പറയാം, പ്രശ്നങ്ങൾ വരുമ്പോൾ, പോരാട്ടം വരുമ്പോൾ, എതിരുകൾ വരുമ്പോൾ, നിനക്കെതിരെ പീഡകൾ അടിച്ചുവിടുമ്പോൾ നിരാശപ്പെടരുത്, തകർന്നു പോകരുത്, തളരരുത്. മുട്ടയിൽ നിന്ന് പ്രാർത്ഥനയിൽ പോരാടണം.
എന്തിനാണെന്നറിയാമോ? അങ്ങനെയുള്ളവർക്ക് ദൈവം മാനസാന്തരം കൊടുക്കാൻ. അവർ നശിച്ചു പോകാനല്ല, അവർ തകർന്നു പോകാനല്ല, ദൈവം അവർക്ക് മാനസാന്തരം കൊടുക്കണം. നമ്മൾ അനുഭവിക്കുന്ന ഈ ആത്മീയ സന്തോഷം അവരും അനുഭവിക്കണം. നമ്മുടെ സന്തോഷം അങ്ങനെ ധാന്യവും മീനും മർദ്ദിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നമ്മുടെ ഹൃദയം നിങ്ങൾ ദൈവം തന്നിരിക്കുക. ആ സന്തോഷവും അവരും അനുഭവിക്കണം. മൃഗങ്ങളോട് ചോദിക്കുക, അവ നിന്നെ ഉപദേശിക്കും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ മൃഗം പറയും, പാപം ചെയ്യാതിരുന്നാൽ സകലതും അനുസരിക്കും. ബിലിയാമിന്റെ കഴുത പറയും, ആമൻ സ്തോത്രം, ആമൻ ദ്രവ്യാഗ്രഹം അകത്ത് കുമിഞ്ഞു കയറിയാൽ നിന്റെ ദർശനം നഷ്ടപ്പെട്ട് നീ ആദിച്ചു പോകും. ഭക്തൻ മരിക്കും പോലെ മരിക്കുകയില്ല. 3, ഈ കരടിക്കുട്ടന്മാർ പറയും, എല്ലാവരെയും കളിയാക്കുന്നത് പോലെ പരിഹസിക്കുന്നത് പോലെ അഭിഷിക്തനെ തുടരുത്. സ്തോത്രം, സ്തോത്രം. അങ്ങനെയൊക്കെ പെന്തിക്കോസുകാരെ അടച്ച് ആക്ഷേപിച്ച് കളിയാക്കിയവരെ അറിയാവല്ലോ, മേടിച്ച് കെട്ടിയതൊക്കെ ഞാൻ പറയണ്ടല്ലോ, അറിയാവല്ലോ. ദൈവത്തിന് മഹത്വം. ദാനിയേൽ പ്രവചനത്തിൽ രാജാവിനോട് പ്രാർത്ഥിക്കാത്ത വിഷയം നിമിത്തം സിംഹത്തിന്റെ ഗുഹയിലിട്ടു. രാജാവിന് ഉറക്കം വന്നില്ല. വിസ്തരിക്കേണ്ട, നിങ്ങൾക്കറിയാം. അധികാലത്ത് രാജാവ് ഗുഹാമുഖത്ത് വന്ന് ഗൽഗതത്തോടെ ചോദിക്കുക, ഇവനുള്ള ദൈവത്തിന്റെ ദാസനാകുന്ന ദാനിയേലേ തെങ്ങാനും ഉണ്ടോടാന്ന്. ദാനിയേൽ കരക്കോട്ട് കയറി കൈയടിച്ചേച്ച് പറഞ്ഞ്, രാജാവിന് ദീർഘായുസ് ഉണ്ടാകട്ടെ. അടുത്ത പറഞ്ഞ നിങ്ങൾക്കെല്ലാം മനപ്പാടമാ, രാജാവേ, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം ആമേൻ തൻ്റെ ദൂതനെ അയച്ച് സിംഹത്തിന്റെ വായെ അടച്ചു കളഞ്ഞെന്ന. ഹല്ലേലൂയ. ഞാൻ വിവരിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. ഈ സിംഹത്തോട് ചോദിച്ചാൽ സിംഹം പറയും, ആമൻ ഇവിടെ അനേകർ ഈ ഗുഹയ്ക്കകത്ത് വന്നിട്ടുണ്ട്, ഒരെണ്ണത്തിനെ ഞങ്ങൾ വെറുതെ വിട്ടിട്ടില്ല. വരുന്നതിന് മുന്നേ ആടിപ്പിടിച്ച് അവൻ കീറി പറിച്ച് അടിച്ച് ശരിയാക്കുന്ന ഒറ്റയടി വരുമ്പളെ അടിയല്ലേ, അടിച്ച് താഴെ ഇട്ട് പറിച്ച് പിച്ച് ചീന്തി കീറി കളയും. പക്ഷേ ഇന്നലെ രാത്രി ഒരുത്തം വന്നു. എല്ലാ പ്രാവശ്യവും വരുന്നത് പോലെ അല്ല ഇന്നലെ രാത്രി വന്നവൻ ആരാന്നറിയാമോ? അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനാ, അവൻ വിശുദ്ധിയോടെ ജീവിക്കുന്നവനാ, അവൻ പ്രമാണം കാക്കുന്നവനാ, അവൻ ദൈവവചനം ധ്യാനിക്കുന്നവനാ, അവൻ പ്രമാണത്തിൽ നിൽക്കുന്നവനാ, ഉപരി അവൻ പതിവ് തെറ്റാതെ പ്രാർത്ഥിക്കുന്നവനാ. അവനെ തൊടാൻ അനുവദിച്ചില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, പ്രാർത്ഥിക്കുന്നവനെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രാർത്ഥിക്കുന്നവനെ അവനെ ഉപദ്രവിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അഥവാ എന്തേലും വരുന്നുണ്ടെങ്കിൽ ദൈവം അനുവദിച്ചിട്ടാ. പ്രൈസ് ദി ലോർഡ്. ഈ ഗുഹയ്ക്കകത്ത് കിടക്കുന്ന സിംഹം പറയും, എല്ലാവരെയും തൊടുന്നത് പോലെ പ്രാർത്ഥിക്കുന്നവനെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. മൃഗങ്ങളോട് ചോദിക്ക്, അവ നിന്നെ ഉപദേശിക്കും. ഞാൻ വിശദീകരിക്കാൻ അങ്ങ് പോയിന്റ് പറഞ്ഞു പോകുക, നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്. കർത്താവിന് യെരൂശലേമിലേക്ക് യാത്ര ചെയ്യണം. ദൈവത്തിന്റെ ഭാഗത്ത് ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലണം. അവിടെ ചെല്ലുമ്പോൾ ഇതുവരെ ആരും കയറിയിട്ടില്ലാത്ത കഴുതയെയും കഴുതയുടെ കുട്ടിയെയും കാണും. അതിനെയും അഴിച്ചോണ്ട് വരണം. ആരെ പറയണം? ഗുരുവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. ഞാൻ അധികം വിവരിക്കുന്നില്ല. ശിഷ്യന്മാരെ പറഞ്ഞതുപോലെ ചെന്ന് കഴുതക്കുട്ടിയും കഴുതയും അഴിച്ച് യേശുവിൻ്റെ അടുക്ക കൊണ്ടുവന്ന് വസ്ത്രം അതിൻ്റെ മുകളിലിട്ട് നമ്മുടെ കർത്താവ് ആ കഴുതയുടെ മുകളിൽ വാഹനമേറി പോകുക. അത് പ്രവചനം നിവൃത്തിയാകുന്നതാണ്. ഭാഗ്യങ്ങൾ എടുപ്പിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, ദൈവത്തിന് സിയോൻ പുത്രിയെ നിന്റെ രാജാവ് സൗമ്യനായിട്ട് കഴുതപ്പുറത്ത് വരുന്ന ആ പുസ്തകത്തിലെ വാക്യം. അങ്ങനെ യെരൂശലേമിലേക്ക് യേശു കഴുതയുടെ മുകളിൽ. അപ്പോൾ സകല മനുഷ്യരും വൃക്ഷത്തിന്റെ കൊമ്പുകളും കുരുത്തോലകളും വിലയേറിയ വസ്ത്രങ്ങളും എല്ലാം ഈ രാജപാതയിൽ അല്ലെങ്കിൽ പോയ വഴിയിൽ ഇങ്ങനെ വിരിച്ചു. കഴുത ഇതിന്റെ പുറത്തൂടെ കയറി സഞ്ചരിക്കുക. ആമേൻ. എല്ലാവരും തൊഴുന്നു, വീശുന്നു, ഹോശന്ന പാടുന്നു. ആമേൻ. എല്ലാവരും കൈ വീശുന്നു, ഹോശന്ന പാടുന്നു. ഈ കഴുതയ്ക്ക് ഒരു കാര്യം പറയാനുണ്ട്. ആരും കാണാതെ ആരും ഗവനിക്കാതെ എല്ലാവരാലും തള്ളപ്പെട്ട് ഏതോ ഒരു വീട്ടിലേതോ ഒരു കുത്തി കെട്ടപ്പെട്ട് കിടന്ന ഞാൻ ഇപ്പൊ തന്റെ ആൾക്കാരെന്നെ കൈ കാണിക്കുന്നു, വീശുന്നു. വിലയേറിയ വസ്ത്രം, അലമാരയ്ക്കകത്ത് വെച്ച വസ്ത്രം വരെ കൊണ്ടുവരുന്നത്. ആമേൻ. എല്ലാം കൊണ്ടിടുന്നു, കുരുത്തോല കൊണ്ടിടുന്നു, വൃക്ഷത്തിന്റെ ഇല വെട്ടിയിടുന്നു. അയ്യോ, ഞാൻ ഇതിനകത്ത് ഇതിന്റെ മുകളിൽ കൂടെ യാത്ര ചെയ്യുകയാ. എങ്ങോട്ട്? യെരൂശലേം പള്ളിയിലോട്ട്. അയ്യോ, പണ്ടാന്നെ പള്ളിയുടെ അയലത്ത് ചെല്ലാനൊക്കത്തില്ല. കാരണം ഞങ്ങളുടെ കഴുത്ത് പിടിച്ച് ക്ലിക്ക് എന്നൊരു ശബ്ദം കേൾക്കാം. ഓടിക്കുക. അതാ ഗതി. കഴുതേനെ പടലിക്ക് പിടിച്ചോടിക്കാനാ.
എന്നെ യാഗം കഴിക്കാൻ പറഞ്ഞ് അങ്ങോട്ട് ചെല്ലാനൊക്കത്തില്ല. പക്ഷെ ഇപ്പത്തേണ്ട യേശു ഞങ്ങളുടെ മുകളിൽ വന്നതുകൊണ്ട്, യേശുവിന് ഇരിക്കാൻ ഇടം കൊടുത്തത് കൊണ്ട്, യേശു ഞങ്ങളുടെ മുതുകിൽ ഇരിക്കുന്നത് കൊണ്ട് എല്ലാവരും ഞങ്ങളെ ബഹുമാനിക്കുക. ഈ കഴുതയോട് ചോദിച്ചാൽ കഴുത പറയും, യേശുവിന് ഇരിക്കുവാൻ, യേശുവിന് യാത്ര ചെയ്യുവാൻ, യേശുവിന് വസിക്കുവാൻ നിന്നെയും നിന്റെ കുടുംബത്തെയും ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ നീ അവൻ ചിന്തിക്കാത്ത വിധങ്ങളിൽ കൂടി, ഉദ്ദേശിക്കാത്ത വഴികളിൽ കൂടി ദൈവം നിന്നെ നടത്തും, ദൈവം നിന്നെ ഉയർത്തും. അത് അനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുക്കുക. നമ്മുടെ കഴിവ് കൊണ്ടോ ഗുണഗണങ്ങൾ കൊണ്ടോ മാന്യത കൊണ്ടല്ല, യേശു നമ്മളിൽ വന്നത് കൊണ്ടാ. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ഞാൻ എപ്പോഴും പറയും, ആരേലും 10 രൂപ തരുന്നെങ്കിൽ, പച്ചവെള്ളം തരുന്നെങ്കിൽ, ചെല്ലുമ്പോൾ ഒരു കസേര ഇരിക്കാൻ തരുന്നെങ്കിൽ, വണ്ടിയെ കയറ്റുന്നെങ്കിൽ, യാത്ര ചെയ്യാൻ അനുവദിക്കുന്നെങ്കിൽ, കൈ തരുന്നെങ്കിൽ, മാന്യമായിട്ട് ഇടപെടുന്നെങ്കിൽ, ഒരു നേരത്തെ ഭക്ഷണം തരുന്നെങ്കിൽ, നമ്മുടെ കഴിവ് കൊണ്ടോ കുടുംബശ്രേഷ്ഠത കൊണ്ടോ വിദ്യാഭ്യാസത്തിന്റെ മിടുക്ക് കൊണ്ടോ ശരീരത്തിന്റെ മെച്ചം കൊണ്ടോ കായബലം കൊണ്ടല്ല, യേശു നമ്മളിലുള്ളത് കൊണ്ടാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദേശക്കാരോട്, സമീപവാസികളോടും, പ്രിയപ്പെട്ടവരോടും, കൂടപ്പെട്ടവരോടും അറിയിക്കാനുള്ളത്, നീ യേശുവിനിരിക്കാൻ നിന്നെ ഏൽപ്പിച്ചു കൊടുക്ക്. യേശുവിന് നിന്റെ ഹൃദയം കൊടുക്ക്. യേശുവിന് നിന്റെ ഭവനം തുറന്നു കൊടുക്ക്. കർത്താവിന്റെ വേലയ്ക്ക് നിന്നെയും നിന്റെ കുടുംബത്തെ ഏൽപ്പിക്ക്. ദൈവം ഈ ദേശത്ത് ദൈവം നിന്നെ ഉയർത്തും. മൃഗങ്ങളോട് ചോദിക്കാ, അവ നിന്നെ ഉപദേശിക്കും. സമയം എന്തുവായി? 10 നിർത്തുക. 10 10 മിനിറ്റ് ഉണ്ട്. 10 മിനിറ്റിനകം പെട്ടെന്ന് പറയാം. മൃഗങ്ങൾ ചോദിക്കാ, അവ നിന്നെ ഉപദേശിക്കും. അടുത്തതോടെ വായിച്ചു, അതോടെ ഉള്ള അതിനെ നേരെ ഉള്ളവായിരും. ആകാശത്തിലെ പക്ഷികളോട് ചോദിക്കാം, അവ പറഞ്ഞു തരും. കണ്ടോ, അവ പറഞ്ഞു തരും. പക്ഷി ഉപദേശം തരും. വേദപുസ്തകം പഠിച്ച പക്ഷികൾ ഉപദേശം തരും. ആദ്യത്തെ ഉപദേശം തരുന്നത് പക്ഷികളെല്ലാം പെട്ടകത്തിനകത്ത്. പക്ഷിയും മൃഗങ്ങളും എല്ലാം ഉണ്ട്. മൃഗത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇനി അത് എടുക്കുന്നില്ല, പക്ഷിയെ എടുക്കാം. പെട്ടകത്തിൽ, നോഹയുടെ പെട്ടകത്തിൽ സകല പക്ഷികളും ഉണ്ട്. പറവജാതികൾ, ശുദ്ധിയുള്ളതും എല്ലാം ഉണ്ട്. ഗരുഡനും ഉണ്ട്, കുയിലും ഉണ്ട്, പരുന്തും ഉണ്ട്, കോഴിക്കുഞ്ഞും ഉണ്ട്, ഇല്ലേ? പുള്ളും ഉണ്ട്, താറാകുഞ്ഞും ഉണ്ട്. അപ്പൊ പുള്ളും കുരുവിക്കുഞ്ഞും പരുന്തും കോഴിക്കുഞ്ഞും മാടത്തെ എല്ലാം പെട്ടകത്തിനകത്താണ്. ഈ പെട്ടകത്തിനകത്തിരിക്കുന്ന ഈ പക്ഷികൾ തരുന്ന ഉപദേശം എന്നാന്നറിയാമോ? ഞങ്ങളെല്ലാം മാനസാന്തരപ്പെട്ടു. പരുന്ത് കോഴിക്കുഞ്ഞിനെ നോക്കി പറയാം, സ്തോത്രം. പിന്നെ കോഴിക്കുഞ്ഞു പരുന്തിനെ നോക്കി, പ്രൈസ് അല്ലാഹ്. ഉടനെ പുള്ള് കോഴിയെ നോക്കി, ജീസസ്. പിന്നെ കോഴി, ജീസസ്, പ്രൈസ് അല്ലാഹ്. എന്തുകൊണ്ട്? പിന്നെ പരുന്ത് പറഞ്ഞു, കൃപയാൽ സന്തോഷം. കോഴിക്കുഞ്ഞിനോട് ചോദിച്ചു, എന്തുകൊണ്ട്? ദൈവകൃപ കൊണ്ട് ഇതിനകത്ത് കയറി, നമുക്ക് സ്തോത്രം ചെയ്യും. നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്, പെട്ടകത്തിനകത്തെ കാര്യമാണ്. നിങ്ങൾക്ക് ഞാൻ പിന്നെ അവസരം തരാം. ഈ പെട്ടകത്തിനകത്തിരിക്കുന്ന ഉപദേശം, നീ ക്രിസ്തുവാകുന്ന പെട്ടകത്തിനകത്ത് കയറിയാൽ വൈരാഗ്യമോ വഞ്ചനയോ ചതിവോ തമ്മിത്തല്ലോ കൊലപാതകമോ അക്രമമോ അനീതിയോ തൊടുത്തിക്കുത്തോ പാച്ചിലോ കൂത്തോ ഇതൊന്നും ഉണ്ടാകുകയല്ല. യേശു ക്രിസ്തുവാകുന്ന പെട്ടകത്തിനകത്ത് നീ കയറി ഇരുന്നാൽ യാതൊരു പ്രശ്നമില്ല. വെളിയിലായിരുന്നേലോ കോഴിയും കുഞ്ഞുങ്ങളും കൊത്തിച്ചെന്നിറക്കിക്കുക, പരുന്ന് അന്നേരം പെട്ടകത്തിന് വെളിയിലാന്നേലോ. പണ്ട് അമ്മ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മ കോഴിക്ക് അട വെക്കും, താറാമുട്ടയും കോഴിക്കാ വെക്കുന്നത്. കോഴിമുട്ട 21 ദിവസം 22 ആകുമ്പോൾ കൊത്തിച്ചിറങ്ങും. താറാമുട്ടയ്ക്ക് 28. താറാമുട്ടയ്ക്ക് 28 കെട്ടുകയല്ല, 28 ദിവസം. അപ്പൊ കോഴിക്കുഞ്ഞുങ്ങളെ കൊത്തിച്ചിറക്കുമ്പോൾ അമ്മ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. കൊത്തിച്ചിറക്കി കഴിയുമ്പം ഈ നെടിയരി ആന്നേ പൊടിയരി ആക്കും, ചെറുതായിട്ട് കല്ലേ വെച്ച് ഒതുക്കി അതൊക്കെ ഇട്ട് കൊടുക്കും. അത് ഞങ്ങളോട് പറയാം, നോക്കിക്കോണം. ഒരു വടിയൊക്കെ തരും. നമ്മളിങ്ങനെ നോക്കുമ്പോൾ മേളിൽ കൂടി ഇങ്ങനെ നടക്കുന്ന കാണാം. കണ്ണ് തെറ്റിയാൽ റാഞ്ചും. ഏതാ? വെളിയിലായതുകൊണ്ട് ആ റാഞ്ചുന്ന പരുന്തും ഈ അതാ പെട്ടകത്തിന്റെ വിശേഷത. ഈ പെട്ടകം ക്രിസ്തുവാകുന്ന പെട്ടകം. ഇതിനകത്ത് കയറിയാൽ നിനക്ക് രക്ഷയാ.
ഞാൻ പറയാറുണ്ട്, പെട്ടകത്തിന്റെ പുറത്ത് ന്യായവതി ഏതാ? ജലപ്രളയം. പെട്ടകത്തിനകത്തോ രക്ഷ. എൻ്റെ ഭാഷ പറഞ്ഞ രക്ഷ ന്യായവതിയായിട്ട് ഒത്തിരി ദൂരമൊന്നുമില്ല. 5 പലകയുടെ വ്യത്യാസം എൻ്റെ ഭാഷയാ. പലകയ്ക്കകത്ത് രക്ഷ, പലകയുടെ പുറത്ത് ന്യായവതി. ഇന്ന് രാത്രി രക്ഷയാകുന്ന പെട്ടകത്തിനകത്ത് നീ കയറിക്കോണം. ഇതിനകത്ത് കയറിയാൽ നിനക്ക് സുഖമാ. ഇതിനകത്ത് നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. ദീർഘദിവസങ്ങളിൽ വെള്ളം പൊങ്ങിയെങ്കിലും ഇതിനകത്ത് കയറിയ ഒരെണ്ണം ചത്തില്ല. പുറത്തിരുന്ന സകലതും ചത്തു. ഇതിനകത്തിരുന്നതിനെല്ലാം സുരക്ഷിതത്വമുണ്ട്. ഈ പക്ഷികളോട് ചോദിച്ച പക്ഷി പറയും, അയ്യോ വെളിയിൽ ഇരിക്കുകയായിരുന്നേ ഒരു സുരക്ഷിതത്വമില്ല, പരുന്ത് ഞങ്ങളെ എന്നേ അടിച്ചു മാറ്റിയാണ്. എന്നാൽ ഈ പെട്ടകത്തിനായതുകൊണ്ട് പരുന്ത് ഞാനും അടുത്തടുത്ത സീറ്റിലായിരിക്കുന്നത്, ഇത്രയും ദിവസം ഇരുന്നിട്ട് യാതൊരു കുഴപ്പവുമില്ല. പക്ഷികളോട് ചോദിക്കുക, അവ പറഞ്ഞു തരും. ഇനി പുസ്തകത്തിലില്ലെങ്കിൽ ഒരു 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 ചിന്ത പറയാം. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അമ്മ കോഴി കുഞ്ഞുങ്ങളെ കൊത്തിച്ചിറക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ പൊടിയരി ഒന്നുകൂടെ കുറച്ചുകൂടെ ചെറുതാക്കിയേച്ച് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. ഇത് ഇറങ്ങി വരുമ്പോഴേ പച്ചമഞ്ഞൾ കല്ലേ വെച്ച് അരച്ച് വെള്ളത്തിൽ കലക്കും. കലക്കി വെച്ച് ആ വെള്ളവും കൊണ്ട് ഒരു പാത്രത്തിൽ വെള്ളവും മഞ്ഞൾ കലക്കിയ വെള്ളം ഇപ്പറ ചെറിയ പൊടിയരി. അപ്പൊ കോഴിക്കുഞ്ഞുങ്ങൾ അങ്ങോട്ട് വന്ന് ചില മുട്ട വിരിഞ്ഞ് വരുമ്പോൾ ഈ കോഴിക്കുഞ്ഞിന്റെ ചുണ്ടിലൊരു പാടയുണ്ട്, അത് അമ്മ പൊളിച്ച് കളയും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പക്ഷേ ഞങ്ങൾക്ക് അത് കാണാനൊന്നും നേരം. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ കുഞ്ഞുങ്ങള് ഈ പൊടിയരിയിലെ ഒരു കൊത്തി വെച്ച് വെള്ളത്തിലൊന്നും മുത്തും. കുത്തിവെച്ചു എന്റെ ഭാഷ പറഞ്ഞ സ്തോത്രം ചെയ്യുന്നതാണ്. ആയുസിൽ ആദ്യം ഈ പൊടിയരി ഈ വെള്ളവും തന്ന ദൈവത്തിന് സ്തോത്രം. നീ മൂക്ക് മുട്ട തിന്നുക, സ്തോത്രം പറയുന്നുണ്ട്. ചില പ്രാർത്ഥിച്ചു കഴിക്കുന്നവരുണ്ട്, ദൈവത്തിന് നന്ദി പറഞ്ഞ് കഴിക്കുന്നവരുണ്ട്. ചിലര് ഇതൊന്നും വിഷയമല്ല, കിട്ടിയ ഉടനെ. നമ്മുടെ ഇടയിലും ഉണ്ട്. പണ്ടൊരു യോഗത്തിന് പോയപ്പം കുറച്ച് പേര് ആദ്യം അങ്ങ് കഴിച്ചു. ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുക. വേറൊരു യോഗത്തിന് ചെന്നപ്പം ഒരാൾ ആദ്യം അങ്ങ് കഴിച്ചു. അപ്പോൾ സ്റ്റേജിൽ നിന്ന് പുള്ളി പറഞ്ഞു, ഇന്നയാൾ പ്രാർത്ഥിക്കും. പുള്ളി പറഞ്ഞു, നോക്കൂ വേണേ പ്രാർത്ഥിച്ചാൽ മതി, മുട്ട വായി കിടക്കുക വായില്ല, നോക്കൂ വേണേ പ്രാർത്ഥിക്കും. ഒരു കാര്യം പറയാം, നിനക്ക് എപ്പോ ഭക്ഷണം കിട്ടിയാലും ദൈവത്തെ മഹത്വപ്പെടുത്തണം. നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഭക്ഷണം കഴിക്കാതെ ഭാരപ്പെടുക. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഞരങ്ങുന്ന കെഞ്ചുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഞാൻ ഞങ്ങളുടെ സഭയിലും വീട്ടിലുമൊക്കെ പറയും, ഒരു ചോറ് പോലും കളയരുത്, കറിയുടെ അരി പോലും നീ കളയരുത്. ആവശ്യമുള്ളത് മേടിക്കണം, ആവശ്യത്തിനുള്ളത് മേടിച്ചോ, കഴിച്ചോ, പക്ഷെ കളയരുത്. എത്രയോ ലക്ഷങ്ങൾ, എത്രയോ ആയിരങ്ങൾ, ലക്ഷങ്ങൾ ആ ഭക്ഷണമില്ലാതെ ഭാരപ്പെടുന്നത്. അപ്പം നിനക്ക് ദൈവം തമ്പുരാൻ ഭക്ഷണം തരുമ്പോൾ ദൈവത്തിന് നന്ദി പറയണം. മാത്രമാണോ, എനിക്ക് വളരെ ഭയത്തോടും ഭാരത്തോടുമൊക്കെയാണ് ഞാനിത് പറയുന്നത്. അനേകരും മെഡിക്കൽ കോളേജിലും മറ്റ് ആശുപത്രികളിൽ മൂക്കിക്കട ട്യൂബും ഒക്കെ ഇട്ട് ലിക്വിഡായിട്ട് കഞ്ഞിയൊക്കെ മിക്സിക്കകത്ത് അടിച്ച് ആ കുടലിനകത്തൂടെ അല്പം കിട്ടുന്നത്. എനിക്ക് സങ്കടമുണ്ട്, ദൈവം അവരെ വിടുവിക്കട്ടെ. പക്ഷേ ഞാനൊരു കാര്യം പറയാം, അങ്ങനൊന്നും ഇടവരാതെ ഒരു പ്ലേറ്റ് ചോറും 2 പ്ലേറ്റ് ചോറും അതിനെ കൂട്ടാനും പിന്നെ ഇരിക്കുക, കന്നിട്ടയ്ക്ക് തരിക 2 മക്കളെന്ന് പറഞ്ഞ് എന്നോടൊരാൾ ചോദിച്ചു, ഒരിക്കൽ പറഞ്ഞു, ചിക്കൻ്റെ കാല് തരാം. ഞാൻ പറഞ്ഞു, ഒരു കോഴിക്ക് 2 കാലേ ഉള്ളൂ, പുള്ളിക്ക് കാല് മതി, നെഞ്ചും തലയെല്ലാം പിന്നെ ആർക്കാ? കാല് തരാം. അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞു, ഒരു യോഗം നടന്നപ്പോൾ പറയുന്നത് മോശമാണ്, ഇതുപോലെ മേടിച്ചു കൊടുത്തു. പുള്ളി കാലെല്ലാം എടുത്ത് പാത്ത് വെച്ചു, നെഞ്ചും തലയെല്ലാം അവർക്കെല്ലാം കൊടുത്തു. അപ്പം നടത്തിപ്പുകാരൻ വന്ന് നോക്കി, എന്ത് കഴിഞ്ഞുണ്ടോ നോക്കിയപ്പോൾ ഒരു 10-25 കാല്. പുള്ളി പറഞ്ഞ്, മുഴുവൻ തിന്നോണം, ബാക്കി ഇവിടെ വെച്ചേക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ഇത് അവർക്ക് കൊടുക്കാൻ മേടിച്ചല്ലേ. പുള്ളിക്ക് കാല് ഇഷ്ടമാണ്, അതിന് 25 കാല്. അങ്ങനെയുള്ള ബിരുദന്മാരും ഉണ്ട്, ധാരാളം ഉണ്ട്. ഞാൻ പറയുന്നത്, ആവശ്യത്തിന് കഴിച്ചോണം, കളയരുത്. ഒരു ചോറ് കളയരുത്, ഒന്നും കളയരുത്. കല്യാണത്തിനൊക്കെ കാണിക്കുന്ന വൃത്തികേട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില കല്യാണങ്ങൾക്ക് കണ്ടിട്ടില്ലേ, എന്ത് വീണ്ടും ഭക്ഷണമാ,
ദൈവന്യായം വിധിക്കും. ദൈവന്യായം വിധിക്കും. സ്തോത്രം. ഒരു ഭക്ഷണവും കളയരുത്. നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണം അധികം വന്നാൽ ഭക്ഷണമില്ലാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടല്ലോ, അവർക്ക് കൊണ്ട് കൊടുക്കണം. രാത്രി ആണെങ്കിലും കൊണ്ട് കൊടുക്കണം. കൊടുക്കണം. സ്തോത്രം. 10:30 വിളിക്കാൻ പറ. 9:30 നിർത്തുവന്നവർത്തായിരിക്കും വിളി വന്നത്. 10:30 എന്ന് പറ. ദൈവത്തിന് മഹത്വം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഭക്ഷണം ഒന്നും കളയരുത്. ഭക്ഷണം തരുന്ന ദൈവത്തിന് നന്ദി പറയണം. പക്ഷികളോട് ചോദിക്കുക, അവ പറഞ്ഞു തരും. പെട്ടകത്തിനകത്ത് നിന്ന് രണ്ട് പക്ഷിയെ പറത്തി വിട്ടല്ലോ. ഒന്ന് മലങ്കാക്ക. മലങ്കാക്കയെ പറ്റി വന്നും പോയും നിന്നാ വന്നും. അങ്ങനെയുള്ള വിശ്വാസികളുണ്ട്. ഈ ആഴ്ച വരും, അടുത്ത ആഴ്ച വരികയല്ല. 2 ആഴ്ച വരും, 3 ആഴ്ച വരും. വന്നും പോയി നിൽക്കുക. കഴിഞ്ഞ ആഴ്ച എവിടെ ആയിരുന്നു? കല്യാണം ഉണ്ടായിരുന്നു. അടുത്ത ആഴ്ച വരുമോ? നോക്കട്ടെ. അടുത്ത ആഴ്ചയോ? ഒരു എൻഗേജ്മെന്റ് ഉണ്ട്. ഇങ്ങനെ അങ്ങ് നടക്കുക. നീ മലങ്കാക്കയാ. നിന്റെ പേരാണ് മലങ്കാക്ക. വന്നും പോയി. പക്ഷേ പ്രാവ് അങ്ങനല്ല. പ്രാവിനെ പറത്ത് വിട്ട് കഴിഞ്ഞപ്പോൾ അത് ഇരിക്കാൻ ഒരു സ്ഥലവും കാണുന്നില്ല. ആദ്യം ഇനി തിരിച്ചു പോന്നു. പിന്നെ ആ പച്ച ഒലിവല കുത്തിക്കൊണ്ട് വന്നത്. എനിക്ക് വന്നത് തോസൂട്ടി പാസ്റ്റർ എഴുതിയ ഒരു പാട്ടിന്റെ വരിയുണ്ട്. ഇരിക്കുവാൻ ഒരിടവും കാണുന്നില്ല, എൻ്റെ കീഴെ വൻസാഗര ജലം മാത്ര. ഇതിന് പൊട്ടിക്കും. ഇരിക്കുവാൻ ഒരിടവും കാണുന്നില്ല, എൻ്റെ കീഴെ വൻസാഗര ജലം മാത്രം. തളരുന്ന എൻ്റെ കൂടെ പറന്നോരെയും കാണുന്നില്ല, എൻ്റെ കൂടെ പറന്നോരെയും കാണുന്നില്ല. ഇരിക്കുവാൻ ഒരിടം കാണുന്നില്ല, എൻ്റെ കീഴെ വൻസാഗര ജലം മാത്രം. ഇരിക്കുവാൻ ഒരിടവും കാണുന്നില്ല, എൻ്റെ കീഴെ വൻസാഗര ജലം മാത്രം. തളരുന്ന ചിറകുകൾ എൻ്റെ കൂടെ പറന്നോരെയും കാണുന്നില്ല, എൻ്റെ കൂടെ പറന്നോരെയും. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഇപ്പം നന്നായി കേട്ടോ. ഇപ്പം ഞാൻ പാടുകയും ഇവര് വായിക്കുകയും ചെയ്തപ്പം വളരെ ഇതുപോലെ ആദ്യം മതിയായിരുന്നു. എന്താണ്ട് ചെയ്ത് ഇതിനകത്ത് ഇപ്പം അല്ല, ഇങ്ങനെ വളരെ നന്നായി. ഇപ്പം നന്നായി. നാണം വന്നപ്പോൾ നേരം വെളുത്തെന്ന് പറഞ്ഞ പോലെ യോഗം തീർന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, പക്ഷികളോട് ചോദിക്കാ, അവ നിനക്ക് പറഞ്ഞു തരും. ഒരു കാര്യമൂടെ പറഞ്ഞങ്ങ് നിർത്തുക. കാക്ക കളറ് നല്ലതല്ല. ആ തള്ളക്ക് ഒട്ടും ഇഷ്ടമല്ല. ഏത് തള്ളയാ? വലിയ പൊട്ട് തൊട്ടൊരു തള്ള. ആ തള്ള എന്നാ മണ്ഡലമാന്നേലും കളറ് നല്ലതല്ല. ആരുടെയാ? കാക്കയുടെ എന്ന് എല്ലാരും പറയുന്നു. പക്ഷെ കറുപ്പിന് 7 അഴകെന്നൊക്കെയാ. അതൊക്കെ നോട്ടീസിലും ഒക്കെ ഉള്ളു. പക്ഷെ വിഷയത്തോടെ അടുക്കണം ചിലരുടെ. കറുപ്പിന് പിന്നെ അങ്ങനെ ഒരാൾ വന്ന് സ്റ്റേജിലിരുന്ന് ഉടനെ നോട്ടം. ഉടനെ പറയാം മറ്റേതാ. ഇതൊക്കെ പറയുമെന്ന്. പിന്നെ നമ്മളെല്ലാം കണ്ടേച്ച് നടക്കുന്നതല്ലേ. കാക്ക അത്ര നല്ല കളറല്ല, ചിലർക്ക് ഇഷ്ടമല്ല. ശബ്ദം എൻ്റെത് പോലെ ഒട്ടും നല്ലതല്ല. കാക്ക പറയും, അമ്മമ്മ ഞാനൊരു പാട്ട് പാടാം. പിന്നെ എൻ്റെ പാട്ടും കൊണ്ട് ഇവിടെ വന്നേക്കരുതെന്ന് പറയും. കാക്ക കണ്ടാൽ ആരും ഉടനെ ഇല്ല, ചുമ്മാ പോകുന്ന അല്ല. കാക്ക ഒരുത്തനെയും വിശ്വാസമില്ല. നമ്മൾ കാല് ചൊറിയാവുന്ന കാക്ക അങ്ങ് പറന്നു പോകും. കളറ് നല്ലതല്ല, ശബ്ദവും അത്ര നല്ലതല്ല. ഏത് കൊലകൊമ്പന്റെ ഇരിക്കുന്ന സാധനവും തട്ടിപ്പറിക്കും. ഇങ്ങനെയൊക്കെ ഒത്തിരി അപാകതകളുണ്ട് മാനുഷിക നോട്ടത്തിൽ. പക്ഷികളെല്ലാം കൂടെ സമ്മേളനം ചേർന്നപ്പം കുയില് നന്നായിട്ട് പാടുക. എല്ലാവരും പറഞ്ഞു, സിസ്റ്റർ ഒരു പാട്ടുകൂടെ പാടാൻ. ആരോടാ?
കുയിലിനോട്. എവിടാ പഠിച്ചത്? സാധ്യ തിരുനാളിൽ. ഒന്നുകൂടെ പാടും. കാക്ക ഇത് കണ്ട പറഞ്ഞു, ഞാനൂടെ പാടാം. മിണ്ടരുത് ഞാൻ. സ്തോത്രം. തത്ത, നല്ല തത്ത, നോക്കിയിരിക്കും തത്ത. എന്തോ സൗന്ദര്യമാണ് ആ ഡിസൈനും ഒക്കെ. എന്തോ ആ വാലും ആ നല്ല ചുണ്ടും നോക്കിയിരിക്കും. കാക്കേനെ ആരാ നോക്കിയിരിക്കുന്നത്? നല്ല ഏലായി. ആരും നോക്കത്തുമില്ല, ഗവനിക്കത്തുമില്ല. കളറും നല്ലതല്ല, ശബ്ദവും നല്ലതല്ല. കാക്കയ്ക്കും വലിയ സങ്കടമായി. പക്ഷേ തമ്പുരാൻ ഒരു ദിവസം ഒരു കാക്കയെ വിളിച്ചേച്ച് പറഞ്ഞു, ഉപദേശി അവിടെ ഇരിപ്പുണ്ട്, കൊണ്ട് കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ ദൈവദാസനെ ശുശ്രൂഷിക്കാൻ ഒരു അവസരം തരിക. കുയിലിനെ വിളിച്ചില്ല, സൗന്ദര്യമുള്ള തത്തേനെയും വിളിച്ചില്ല, ഓലേഞ്ഞാലി കുരുവിയെയും വിളിച്ചില്ല. സ്തോത്രം. പലരും ഉപേക്ഷിച്ച്, ത്യജിച്ച്, വെറുത്ത്, ഒറ്റപ്പെടുത്തിയ കാക്കയെ ദൈവം വിളിച്ചു. സ്തോത്രം. നിങ്ങൾ ആത്മീക ലോകത്തെ പാട്ട് മിക്കത് ഇവിടുത്തെ കുയിലിനെ പറ്റി ഒരു പാട്ടും ഇല്ല. പിന്നെ ഉണ്ട്, സിനിമാ പാട്ടുണ്ട്, കുയിലിനെ തേടി. കേട്ടിട്ടില്ലേ? ഒരു പാട്ടില്ലേ? ഉണ്ടൊരു പാട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാം ആത്മീയരായതുകൊണ്ട് ഇപ്പം പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും ഒരു പാട്ടുണ്ട്. വരിയൊന്നും ഞാൻ നോക്കുന്നില്ല. കുയിലിനെ തേടി, കുയിലിനെ തേടി കുതിച്ചു പായും മാര. കേട്ടിട്ടില്ല? പാടി നടന്നതാ റോഡ്. കുയിൽ വന്നുമില്ല. കുയിലിനെ പറ്റിയുണ്ട് ലോകത്തിന്റെ പാട്ട്. ആത്മീക ലോകത്ത് അങ്ങനെ കുയിലിനെ പറ്റി അങ്ങനെ വലിയ പാട്ടൊന്നും. പക്ഷെ ഇന്നും പാടി ആരാധിക്കുന്നത് കാക്കയുടെ പേര് പറഞ്ഞ. സ്തോത്രം. ഇല്ലേ? ഇപ്പോഴും കാക്കയുടെ പേര് ഇല്ലേ? കർത്താവ് അങ്ങനെ പറഞ്ഞ, കാക്കകളെ വിചാരിപ്പിൻ. യേശുവും പരാമർശിക്കുമ്പോൾ കാക്കയുടെ കാര്യം പറഞ്ഞു. സ്തോത്രം. ഈ പക്ഷികളോട് ചോദിക്കുക, പക്ഷി തന്നെ പറഞ്ഞു തരും. നീ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിന്നാൽ, യേശുവിനെ ശുശ്രൂഷിച്ചാൽ, സുവിശേഷ വേലയെ ആദരിച്ചാൽ, കർത്താവിന്റെ വേലയ്ക്ക് ചുമല് കൊടുത്താൽ, നിന്നെ ദൈവം മറന്നു കളയത്തില്ല. നിന്നെയും നിന്റെ സന്തതിയെയും ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് ഞാൻ എൻ്റെ പ്രസംഗം അങ്ങ് നിർത്തുക. സമയം തന്നതിന് നന്ദി. എന്നെ സഹിച്ച് ഇത്ര നേരം ഇരുന്നതിന് നിങ്ങൾക്കെല്ലാം വളരെ നന്ദി. ഈ സമീപത്തുള്ള ഭവനത്തിലുള്ളവർക്കും വളരെ നന്ദി. ദേശനിവാസികൾക്ക് നന്ദി. ഒരു കാര്യം പറഞ്ഞങ്ങ് നിർത്താം. യേശു ക്രിസ്തു ഏകദൈവം. യേശു ക്രിസ്തുവിൽ കൂടി മാത്രം രക്ഷ, മറ്റൊരുത്തനും രക്ഷയില്ല. നരകവും ഉണ്ട്, സ്വർഗവും ഉണ്ട്. നരകത്തിൽ പോകരുത്. ചാകാത്ത മുഴുവൻ, കെടാത്ത തീയും, ഗന്ധകവും, തീയും, പല്ലുകടിയും, കരച്ചിലും, ദണ്ണനോ, ഇരുട്ടുമൊക്കെ ആ നരകത്തിൽ. ആമേൻ. സ്വർഗത്തിലെത്തണം. അവിടെ എന്നും സന്തോഷവും ആനന്ദവും എല്ലാറ്റിനുപരി സ്വർഗത്തെക്കാൾ വലിയവനാകുന്ന യേശുവുണ്ട്. സ്തോത്രം. ആ സ്വർഗത്തിൽ പോകാൻ കാശ് മുടക്കുന്നില്ല. ഒറ്റ കാര്യം ചെയ്താൽ മതി. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി ചെയ്തിരിക്കുക. രക്ഷിക്കപ്പെട്ടവരുടെ പേര് ജീവന്റെ പുസ്തകത്തിലെഴുതും. ആമ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യെ തള്ളിക്കിടും. എന്നാൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണുന്നവർക്ക് നിത്യതയിലെത്താം. ഇന്ന് രാത്രി ആ ശുശ്രൂഷ, ആമൻ, ആ അനുഭവം എല്ലാവരും പ്രാപിക്കുവാനൊന്ന് സമർപ്പിച്ചാട്ടെ. മാനസാന്തരപ്പെട്ട്, രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട്, അഭിഷേകം പ്രാപിച്ച്, വേർപാട് പാലിച്ച്, കൂട്ടായ്മ ആചരിച്ച്, തിരുമേശികെടുത്ത്, പ്രാർത്ഥന കഴിച്ച്, വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ, അപ്പോസ്തലിക ഉപദേശത്തിൽ നിന്ന് ഓരോ ദിവസവും മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ എല്ലാവരും സമർപ്പിക്കാം. ഏതായാലും നമ്മൾ കാക്കയുടെ കാര്യം പറഞ്ഞാന്നല്ലോ നിർത്തിയത്. 2 ശീലി പാട്ട് പാടി നമുക്ക് ഇന്ന് രാത്രി അങ്ങ് പിരിയാം. ഭക്ഷണമില്ലാതെ വാടി കുടഞ്ഞിടുമ്പോൾ ഭക്ഷണമായി കാകനെന്റെ വരും. ഓ, ഭക്ഷണമില്ലാതെ വാടി കുഴഞ്ഞിടുമ്പോ, ഓ, ഭക്ഷണമായി കാകനെന്റെ അരികിൽ വരൂ. അപ്പവും ഇറച്ചീവ കരത്തിൽ തരൂ. ജീവ ഉറവയും ദാഗം തീർത്തിടോ. അപ്പവും ഇറച്ചീവ കരത്തിൽ തരൂ.